ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സഹകാരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്, അഥവാ ഇൻകം ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. അതായത് അക്കൗണ്ടന്റ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻകം ടാക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. ആ ഇൻകം ടാക്സിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ വൈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്? എന്തിനാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്? ദ ടാക്സ് ഇൻസിഡൻസ് ഓൺ ആൻ അസസി ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അതായത് ഒരാളുടെ മേലിൽ ടാക്സ് ചുമത്തണമെന്നുണ്ടെങ്കിൽ എന്ത് നോക്കിയിട്ട് വേണം? അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് വേണം ടാക്സ് ചുമത്തണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. സോ ടാക്സ് ഇൻസിഡൻസ് ഓൺ ആൻ അസസി ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. നമ്മൾ നേരത്തെ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കണം എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് 3 പേരാണുള്ളത്. ഒന്ന് ഓർഡിനറി റെസിഡൻറ്റ്, ഒന്ന് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, ഒന്ന് നോൺ റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറി പഠിച്ചതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പഴയ വീഡിയോ കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ യൂട്യൂബിൽ പഴയ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരാം. സോ ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, അതുപോലെ തന്നെ നോൺ റെസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറി ആളുകളുണ്ട്. അപ്പോൾ ഇതിൽ ഈ 3 കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ പെടുന്നത് എന്ന് നമ്മൾ നിർണ്ണയിച്ചതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മളുടെ ഓരോ ഇൻകത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു നോൺ റെസിഡൻ്റ് ആണെന്ന് വിചാരിക്കുക. നോൺ റെസിഡൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം സമയവും വിദേശ രാജ്യത്തും വല്ലപ്പോഴും മാത്രം ഇന്ത്യയിൽ വരികയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ വരാതിരിക്കുകയോ ചെയ്യുന്ന വ്യക്തിനാണ് എന്ന് വിളിക്കുന്നത് നോൺ റെസിഡൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള എനിക്ക് ഇന്ത്യയിൽ നിന്ന് വരുമാനം കിട്ടുകയാണെങ്കിൽ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതേസമയം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്മേലൊന്നും ഞാൻ തന്നെ എന്ത് ചെയ്യേണ്ടി വരില്ല, ഇവിടെ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. അതേസമയം ഒരു ഓർഡിനറി റെസിഡൻ്റ് ആണെന്നുണ്ടെങ്കിലോ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് വരുമാനം കിട്ടിയാലും വിദേശത്തു നിന്ന് വരുമാനം കിട്ടിയാലും ഇന്ത്യയിൽ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഒരു ഇൻകത്ത് മേലെ ടാക്സ് അടയ്ക്കണോ വേണ്ടയോ എന്ന് നിർണ്ണയിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് നിർണ്ണയിക്കുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടാക്സ് ഇൻസിഡൻസ്, ടാക്സ് ചുമത്തുക on an assessee depends on his residential status. For instance, whether an income accrued to an individual outside India, അതായത് വിദേശത്തുള്ള ഒരാളിലേക്ക് എന്ത് കൊടുക്കുന്നു? ഇൻകം കൊടുത്തു. ഈസ് ടാക്സബിൾ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഡിപ്പെൻഡ്സ് ഓൺ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിദേശ രാജ്യത്തേക്ക് പോയി, ഞാൻ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ആളായിരുന്നു. 1 മാസത്തേക്ക് വിദേശ രാജ്യത്തേക്കോ അല്ലെങ്കിൽ 2 മാസത്തേക്കോ അല്ലെങ്കിൽ 3 മാസത്തേക്കോ മാത്രം വിദേശ രാജ്യത്തേക്ക് പോയി. എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് വരുമാനം ഞാൻ റിസീവ് ചെയ്തു. ഞാൻ റിസീവ് ചെയ്ത എവിടെ വെച്ചാൽ? വിദേശ രാജ്യത്ത് വെച്ചാണ്. പക്ഷേ ഇന്ത്യയിൽ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഉള്ള ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒരു റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയിട്ട് ടാക്സിൻ്റെ ഇൻസിഡൻസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. സോ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നുള്ളതാണ്. സിമിലർലി വെദർ ആൻ ഇൻകം ഏൺഡ് ബൈ എ ഫോറിൻ നാഷണൽ ഇൻ ഇന്ത്യ, അതായത് ഒരു വിദേശ വനിത അല്ലെങ്കിൽ ഒരു വിദേശ പൗരൻ എന്ത് ചെയ്തു? ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്തു? ജോലി ചെയ്തു. ഓർ ഔട്ട്സൈഡ് ഇന്ത്യ, വെദർ ആൻ ഇൻകം ഏൺഡ് ബൈ എ ഫോറിൻ നാഷണൽ, ഒരു ഫോറിൻ നാഷണൽ എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഇൻകം ഏൺ ചെയ്തു ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്തു. ഓർ ഔട്ട്സൈഡ് ഇന്ത്യ, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് ഏൺ ചെയ്തു. ഈസ് ടാക്സബിൾ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട ഒരു ഡിപ്പെൻഡ് ഓൺ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദ ഇൻഡിവിജ്വൽ റാദർ ദാൻ ഓൺ ഹിസ് സിറ്റിസൺഷിപ്പ്. ഫോർ എക്സാമ്പിൾ, ഒരു വിദേശ കളിക്കാരൻ, ഫോർ എക്സാമ്പിൾ ലയണൽ മെസ്സിയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയോ ഇന്ത്യയിലെ ഒരു ISLൻ്റെ ഒരു ക്ലബ്ബിൽ കളിക്കാനായിട്ട് വരുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8 മാസമോ അല്ലെങ്കിൽ 10 മാസത്തിൽ കൂടുതൽ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ താമസിക്കുന്നു. അതുകൂടാതെ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള കുറേ അധികം വർഷങ്ങളിലും അദ്ദേഹം നിരന്തരം ഇന്ത്യയിലുണ്ട് എന്ന് വിചാരിക്കാം. ഒരുപക്ഷെ അദ്ദേഹം ഇന്ത്യയിൽ ആരായിരിക്കും? റെസിഡൻ്റ് ആയിരിക്കും. വിദേശ പൗരനാണ്, പക്ഷേ ഇന്ത്യയിലാണ് കൂടുതൽ സമയവും താമസിക്കുന്നത്. പ്രീവിയസ് ഇയറിൽ അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ഇന്ത്യയിലാണ് താമസിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആൻസിസ്റ്റേഴ്സും അതുപോലെ തന്നെ ഫാമിലിയും എല്ലാ ആളുകളും വിദേശ രാജ്യത്തെ പോർച്ചുഗലിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അർജൻറ്റീനയിലാണ് താമസിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിദേശ രാജ്യത്തേക്ക് പോകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ നേറ്റീവ് പ്ലേസിലേക്ക് എന്ത് ചെയ്യാറുണ്ട്? ഇവർ പോകാറുണ്ട്. എന്നിട്ട് ഇന്ത്യയിൽ നിന്ന് അവർക്ക് വരുമാനം കിട്ടുകയാണെങ്കിൽ അവർ ഇന്ത്യയിൽ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ്? അവരെ നോക്കുന്നത് അവർ വിദേശ പൗരനാണോ, ഫോറിൻ സിറ്റിസൺ ആണോ, ഇന്ത്യൻ സിറ്റിസൺ ആണോ എന്നല്ല നോക്കുന്നത്. എന്താ നോക്കുന്നത്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നോക്കുന്നത്. ഇന്ത്യയിലാണോ താമസിക്കുന്നത്, ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്മേൽ എല്ലാവരും ടാക്സ് അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ അവർ പോർച്ചുഗലിലും അതുപോലെ തന്നെ അർജന്റീനക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. ആ വരുമാനത്തിന്മേലും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും അവർ. കാരണം എന്തുകൊണ്ടാണ്? അവർ ഇന്ത്യയിൽ റെസിഡൻ്റ് ആണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് ഭൂരിഭാഗം സമയവും ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ
വല്ലപ്പോഴും വർഷത്തിൽ ഒരിക്കൽ പോയിട്ടാണെങ്കിൽ അർജന്റീനയിൽ പോയിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ പോർച്ചുഗലിൽ പോയിട്ട് കളിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് മേൽ ഇന്ത്യയിൽ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. റെസ്പെക്റ്റീവ് ഓഫ് ദെയർ സിറ്റിസൺഷിപ്പ് അവിടെ നോക്കില്ല. അവിടെ എന്താ നോക്കേണ്ടത്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. ഓക്കെ, സോ ഹിയർ therefore the determination of the residential status of the person is very significant in order to find out his tax liability. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് ഈ ടാക്സ് ലയബിലിറ്റി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ. ഓക്കെ, സോ ഹൗ ടു ഫൈൻഡ് ഔട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. ദ ഫോളോയിങ് ടേബിൾ എക്സ്പ്ലെയിൻസ് ഹൗ ദീസ് ആർ സബ് കാറ്റഗറൈസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. സോ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലും അതുപോലെ തന്നെ HUF ഇവർക്ക് രണ്ട് പേർക്ക് മെയിൻലി രണ്ട് സ്റ്റാറ്റസ് ആണുള്ളത്. ഒന്ന് റെസിഡൻ്റ് ഉണ്ട്, രണ്ട് നോൺ റെസിഡൻ്റ് ഉണ്ട്. റെസിഡൻ്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഓർഡിനറി റെസിഡൻ്റും ഉണ്ട്, നോട്ട് ഓർഡിനറി റെസിഡൻ്റും ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ HUF മൂന്നെണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? റെസിഡൻ്റ് തന്നെ രണ്ട് ടൈപ്പ്, ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, പിന്നെ ആരാ? നോൺ റെസിഡൻറ്റ്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ HUF മൂന്ന് കാറ്റഗറിയാണ്: ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റിനെ നമുക്ക് വെറുതെ റെസിഡൻ്റ് എന്നും അവരെ പറയാറുണ്ട്. നോൺ റെസിഡൻ്റ് എന്ന് വെച്ചാൽ വേറെ കാറ്റഗറിയാണ്. ഓക്കെ, സോ ബേസിക്കലി 3 ടൈപ്സ് ആണുള്ളത്. ഏതാണ്? ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്. അടുത്തതാണ് അതേഴ്സ്. അതേഴ്സ് ഇൻക്ലൂഡ് ഇൻ ദ ഡെഫിനേഷൻ ഓഫ് പേഴ്സൺ. അതായിരിക്കാം ഇൻഡിവിജ്വൽ HUF കഴിഞ്ഞാൽ പിന്നെ ആയിരിക്കാം അടുത്ത കമ്പനി, അടുത്ത ഫേം, ദെൻ AOP ആൻഡ് BOI, ആർട്ടിഫിഷ്യൽ ജൂറിഡിക്കൽ പേഴ്സൺ, അതുപോലെ തന്നെ എന്താണ് ലോക്കൽ അതോറിറ്റി. ഇവരെല്ലാവരും ഏതൊക്കെ വരുന്നത്? അവർ റെസിഡൻറ്റും വരും, നോൺ റെസിഡൻറ്റും വരും. എന്തില്ല? ഓർഡിനറി, നോട്ട് ഓർഡിനറി എന്നുള്ള കാറ്റഗറി ഒന്നുമില്ല. ജസ്റ്റ് റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്, അത്രയേ ഉള്ളൂ. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കണം. സോ ഇനി ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ച് പറഞ്ഞുതരാം. ഡിറ്റർമിനിങ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. സെക്ഷൻ 6 സബ്സെക്ഷൻ 1 അഥവാ ഇതിനെ വിളിക്കുന്ന പേരാണ് ബേസിക് കണ്ടീഷൻ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ബേസിക് കണ്ടീഷൻ. ഓക്കെ, സോ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ദിസ് സെക്ഷൻ അപ്ലൈസ് ടു ദ ഇൻഡിവിജ്വൽസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള സെക്ഷനാണ്. ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ക്വാളിഫൈ ആസ് റെസിഡന്റ് ഓഫ് ഇന്ത്യ ഹി ഹാസ് ടു ഫുൾഫിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് 2 കണ്ടീഷൻ. അതായത് ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് 2 കണ്ടീഷൻ ഉണ്ട്. ആ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഹി ഹാസ് ടു ഫുൾഫിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ. അതായത് ബേസിക് കണ്ടീഷൻ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 2 കണ്ടീഷൻസ് ഉണ്ട്. ആ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ എന്ത് ചെയ്യണം? അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹത്തിന് എന്ത് വിളിക്കും? റെസിഡൻറ്റ് എന്ന് വിളിക്കും. അതിനെന്ത് വിളിക്കും? റെസിഡൻറ്റ് എന്ന് വിളിക്കും. ഏതെങ്കിലും 2 കണ്ടീഷൻ ഉണ്ട്. 2 കണ്ടീഷനിൽ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലോ അദ്ദേഹത്തിന് എന്ത് വിളിക്കും? നോൺ റെസിഡൻറ്റ് എന്ന് വിളിക്കും. അപ്പോൾ 2 ബേസിക് കണ്ടീഷൻ ഉണ്ട്. ആ 2 ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡൻ്റ് എന്നും, 2ഉം സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നോൺ റെസിഡൻ്റ് എന്ന് വിളിക്കും. ഇനി 2 ഉണ്ട്, 2 ഒരെണ്ണം അല്ല, 2ഉം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിലോ റെസിഡൻ്റ് എന്ന് തന്നെ വിളിക്കും. ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ ആരായി? റെസിഡൻ്റ് ആയിട്ട് മാറി. ഓക്കെ, ഇനി ആ റെസിഡൻറ്റ് എന്ന് പറയുന്നത് ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നമ്മൾ തീരുമാനിക്കുന്നത് എന്ത് നോക്കിയിട്ടാണ്? അത് അഡീഷണൽ കണ്ടീഷൻ നോക്കിയിട്ടാണ്. അഡീഷണൽ കണ്ടീഷൻ നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ബേസിക് കണ്ടീഷൻ പറയുന്നതനുസരിച്ച് സെക്ഷൻ 6 സബ്സെക്ഷൻ 1 പഠിച്ചിരിക്കുക. സെക്ഷൻ നിർബന്ധമായിട്ടും പഠിക്കുക. സെക്ഷൻ 6 സബ്സെക്ഷൻ 1 പ്രകാരം ബേസിക് കണ്ടീഷൻ 2 ഉണ്ട്. 2 അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് 2 കണ്ടീഷൻ, 2 കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം റെസിഡൻ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. കണ്ടീഷൻ നമ്പർ 1, കണ്ടീഷൻ നമ്പർ 2. എക്സ്പ്ലനേഷൻ: ഹി ഈസ് ഇൻ ഇന്ത്യ ഇൻ ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 182 days or more. എന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാണ്? നമ്മുടെ പ്രീവിയസ് ഇയർ 2023-24 ആണ്. അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുന്നത് 2024-25 ആണ്. അപ്പോൾ നമ്മളുടെ പ്രീവിയസ് ഇയർ 23-24 ഇന്ത്യയിൽ എത്ര ദിവസം വേണം? 182 days ഉണ്ടെങ്കിൽ അദ്ദേഹം ആരായി? ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ആരായിട്ട് മാറി? റെസിഡൻ്റ് ആയിട്ട് മാറി. ഇൻ കേസ് അദ്ദേഹം ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല എന്ന് വിചാരിച്ചോ,
അദ്ദേഹത്തിന് രണ്ടാമത്തെ കണ്ടീഷൻ ഇടാം. അതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹം ആരാ? റെസിഡന്റ്. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഹി ഈസ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 60 days ഓർ മോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാ? 2023-24. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എഴുതാം 2023-24 എന്ന് പറയുന്ന പ്രീവിയസ് ഇയർ. അതിൽ എത്ര ദിവസം അദ്ദേഹം ഉണ്ടായി? 60 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായി. ഫോർ എക്സാമ്പിൾ നമുക്ക് 60 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായി എന്ന് വിചാരിക്കാം. 60 ദിവസത്തിൽ കൂടുതൽ ഉണ്ടായി. അപ്പോൾ 2023-24 അദ്ദേഹം ഉണ്ടായത് 70 ദിവസമാണെന്ന് വിചാരിച്ചു. 70 ദിവസമാണെങ്കിൽ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. പ്രീവിയസ് ഇയറിൽ 180 days എന്നുള്ള കണ്ടീഷൻ അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. പക്ഷെ രണ്ടാമത്തെ കണ്ടീഷനിൽ ഹീസ് ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 60 days ഓർ മോർ എന്നുള്ളതിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്? 70 ദിവസമുണ്ട്. അപ്പോൾ 60 ദിവസത്തിനുള്ള മുകളിലായി. പോരാ, അദ്ദേഹം എന്തും കൂടി ചെയ്യണം. മോർ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ആൻഡ് 365 days ഓർ മോർ ഡ്യൂറിംഗ് ദ 4 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ. ഈ പ്രീവിയസ് ഇയറിന് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ആയിട്ടുള്ള ഈ 4 വർഷത്തിൽ 365 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടാവും. 365 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹം എന്ത് സാറ്റിസ്ഫൈ ചെയ്തു? രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ എന്താ? പ്രീവിയസ് ഇയറിൽ 182 days ഓർ മോർ ഉണ്ടാവുക. പ്രീവിയസ് ഇയറിൽ 182 days ഓർ മോർ ഉണ്ടാവുക. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്താ? പ്രീവിയസ് ഇയറിൽ 60 days ഓർ മോറും പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷത്തിൽ 365 ദിവസത്തിൽ കൂടുതൽ ഉണ്ടാവുക. ഇതിൽ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹം ആരായിട്ട് മാറും? റെസിഡൻ്റ് ആയിട്ട് മാറും. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഒരാൾ റെസിഡൻ്റ് ആവാനാണോ ആഗ്രഹിക്കുക, റെസിഡൻ്റ് ആവാതിരിക്കാനാണ് ആഗ്രഹിക്കുക? ഒരാൾ റെസിഡൻ്റ് ആവാതിരിക്കാനാണ് ആഗ്രഹിക്കുക. കാരണം എന്തുകൊണ്ടാണ്? റെസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തുമേലും വിദേശത്തു നിന്ന് കിട്ടുന്ന വരുമാനത്തുമേലും എല്ലാം ടാക്സ് അടയ്ക്കേണ്ടി വരും. പക്ഷെ അതേസമയം റെസിഡൻ്റ് ആവാതിരുന്നാൽ വിദേശത്തു നിന്ന് കിട്ടുന്ന വരുമാനത്തുമേലൊന്നും എന്ത് ചെയ്യേണ്ട വരില്ല? ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. നമ്മൾ കണ്ടിട്ടില്ലേ, ഫോറിനേഴ്സ്, പ്രവാസികൾ, NRIs എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അവരെന്താ? അവർ വിദേശത്തു നിന്ന് കിട്ടുന്ന വരുമാനത്തുമേൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് അവർക്ക് ടാക്സിന് എക്സംഷൻ കൊടുത്തത്? അവർ വിദേശ പണം അവിടെ നിന്ന് സമ്പാദിച്ചിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നവരാണ്. അതുകൊണ്ട് അവരുടെ അടുത്ത് നിന്ന് പിടിക്കില്ല, ടാക്സ് പിടിക്കില്ല. അതാണ് അതിൻ്റെ ലോജിക്ക്. ഓക്കെ, പക്ഷേ ഇന്ത്യയിൽ നിന്ന് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. അതേസമയം ഞാൻ ഇന്ത്യൻ റെസിഡൻ്റ് ആണ്, ഫുൾ ടൈം ഇന്ത്യയിലാണ്, വല്ലപ്പോഴും വിദേശ രാജ്യത്ത് പോയിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നല്ലോ, ഞാൻ ടാക്സ് അടയ്ക്കേണ്ടി വരും. കാരണം ഞാൻ റെസിഡൻ്റാണ്. അപ്പോൾ വീടും കുടുംബവും ഉപേക്ഷിച്ച് അല്ലെങ്കിൽ വീടും കുടുംബമായിട്ട് നമ്മളുടെ നാട് വിട്ട് വിദേശ രാജ്യത്ത് പോയിട്ട് കൂടുതൽ സമയം അവിടെ ജോലി ചെയ്ത് അവിടെ നിന്നുള്ള സമ്പാദ്യം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് ചില ഇളവുകളുണ്ട്. കാരണം അവരെന്താ? അവർ നോൺ റെസിഡൻ്റ് ആണ്, റെസിഡൻ്റ് അല്ല, ഇന്ത്യൻ റെസിഡൻ്റ് അല്ല. അവരവിടെ ഉണ്ടാക്കുന്ന പണം കൊണ്ടുവന്ന് ചിലവഴിക്കുന്ന ഇവിടെ ആയതുകൊണ്ട് ഇവിടെ ചില ഇളവുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആരാവാനാണ് ശ്രമിക്കേണ്ടത്? റെസിഡൻ്റ് ആവണോ നോൺ റെസിഡൻ്റ് ആവണോ? നോൺ റെസിഡൻ്റ് ആവലായിരിക്കും നമ്മളെ സംബന്ധിച്ച് നല്ലത്, അല്ലേ? സോ എനിവേ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുക. നമ്മൾ ഇതിലൊക്കെ പെടുമോ, ഏതിലെങ്കിലും പെടുമോ നമ്മൾ നോക്കാം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭൂരിഭാഗം ക്ലാസ് കേൾക്കുന്ന ഭൂരിഭാഗം ആളുകൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും റെസിഡൻ്റ് ആയിരിക്കും. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ, ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ തന്നെ മിക്കവാറും ആളുകൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. പ്രീവിയസ് ഇയറിൽ 182 days ഓർ മോർ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ 60 ദിവസവും പ്ലസ് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷത്തിൽ 365 ദിവസം നമ്മൾ ഇന്ത്യയിലുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ബേസിക് കണ്ടീഷൻ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അദ്ദേഹം ആരായിട്ട് മാറും? റെസിഡൻ്റ് ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് ബേസിക് കണ്ടീഷൻ. ദെൻ ഇതിനൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്, ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. ഈ ഭേദഗതി എന്താണ്? വിത്ത് ഇഫക്ട് ഫ്രം ദ ഇയർ 2020-21 2020-2021 ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. ദ പീരീഡ് ഓഫ് സ്റ്റേ ഓഫ് 182 days ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ടു 120 days. അതായത് നമ്മൾ നേരത്തെ പഠിച്ച 182 days ഉണ്ടല്ലോ, ഫസ്റ്റ് ബേസിക് കണ്ടീഷനിൽ 182 days പറഞ്ഞല്ലോ, അത് 120 ദിവസമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക്. ആർക്കാണത്? 120 days in the case of a person whose income other than from foreign sources is more than 50 lakh. എന്ന് വെച്ചാൽ in the case of a person whose income other than from foreign sources, വിദേശത്ത് നിന്നല്ലാതെ, other than from foreign sources എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശത്ത് നിന്നല്ലാതെ ഇന്ത്യയിൽ നിന്ന് മാത്രം എന്തുണ്ട്? 15 ലക്ഷത്തിന് മുകളിൽ വരുമാനമുണ്ട്. ഓക്കെ, ഇൻ കേസ് ഓഫ് എ പേഴ്സൺ ഹൂസ് ഇൻകം അതർ ദാൻ ഫ്രം ഫോറിൻ സോഴ്സ് ഈസ് മോർ ദാൻ 50 lakh. എന്ന് വെച്ചാൽ ഒരു വ്യക്തി, അദ്ദേഹം 182 ദിവസത്തിൽ താഴെയാണ് ഇന്ത്യയിലുള്ളത്, അഥവാ 120 ദിവസത്തിന് മുകളിലും ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു 122 days ഇന്ത്യയിൽ നിന്നു എന്ന് വെച്ചാൽ പകുതി വർഷം പോലും നിന്നിട്ടില്ല. 365 ദിവസത്തിൻ്റെ പകുതി വർഷം പോലും ഇന്ത്യയിൽ നിൽക്കാതെ 122 days മാത്രം ഇന്ത്യയിൽ നിന്നുകൊണ്ട് ആ വിദ്വാൻ എന്ത് ചെയ്തു? വിദേശ സോഴ്സിൽ നിന്നല്ലാതെ ഇന്ത്യയിൽ നിന്ന് മാത്രം 122 ദിവസം നിന്നുകൊണ്ട്
15 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മിടുക്കനാണ്. ശരിയല്ലേ? അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ആരായിട്ട് മാറും? റെസിഡൻ്റ് ആയിട്ട് മാറും. മനസ്സിലായോ? അദ്ദേഹം 182 ഡേയ്സ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. അദ്ദേഹം ആരായിട്ട് മാറി? റെസിഡൻ്റ് ആയിട്ട് മാറി. അതായത് 182 ഡേയ്സ് എന്നുള്ളത് 120 ഡേയ്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി ഇന്ത്യൻ വംശജനാവട്ടെ വേറെ ഏതെങ്കിലും സിറ്റിസൺ ആവട്ടെ, അദ്ദേഹം 182 ഡേയ്സ് അല്ല 120 ഡേയ്സിന് മുകളിൽ ഇന്ത്യയിൽ താമസിക്കുന്നുണ്ട്. എന്നിട്ട് വിദേശ പണം കൂടാതെ ഇന്ത്യയിൽ നിന്ന് മാത്രം വരുമാനം 15 ലക്ഷത്തിന് മുകളിൽ അദ്ദേഹം സ്വരൂപിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആരായിട്ട് മാറും? റെസിഡൻ്റ് ആയിട്ട് മാറും. ഇത് പുതിയൊരു ഭേദഗതിയാണ്, 2021-22 ഭേദഗതിയാണ്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യ ഒറിജിൻ ഹൂ കംസ് ഓൺ എ വിസിറ്റ് ടു ഇന്ത്യ സ്റ്റേയിങ് മോർ ദാൻ 120 ഡേയ്സ് 120 ഡേയ്സ് മുകളിൽ താമസിക്കുകയും 182 ഡേയ്സിൽ താഴെയാണ് താമസിക്കുന്നത്, വിൽ ബി കൺസിഡേർഡ് ആസ് റെസിഡൻറ്റ്. അദ്ദേഹം ആരായിട്ട് മാറും? റെസിഡൻ്റ് ആയിട്ട് മാറും. ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. റെസിഡൻ്റ് ആണ്, പക്ഷേ എന്താണ്? നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് മാറും. സാധാരണ റെസിഡൻറ്റ്. ഓക്കെ, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് മാറും. ഓക്കെ, അദ്ദേഹത്തിന് എങ്ങനെ കിട്ടണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം 15 ലക്ഷം രൂപയുടെ മുകളിൽ വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി 120 ഡേയ്സിനും 182 ഡേയ്സിനും ഇടയിൽ ഇന്ത്യയിൽ താമസിക്കുകയും 15 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഇന്ത്യയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ആരാണ്? റെസിഡൻ്റ് ആണ്. ഏത് റെസിഡൻ്റാ? ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ? അദ്ദേഹം നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ആരല്ല? ഓർഡിനറി റെസിഡൻ്റ് അല്ല. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ദെൻ അടുത്തത്, അപ്പോൾ ഓർഡിനറി റെസിഡൻ്റ് ആയാലുള്ള ഗുണം നോട്ട് ഓർഡിനറി ആയാലുള്ള ഗുണമൊക്കെ ലാസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തതാണ്, സോ ചുരുക്കി ഇതിൻ്റെ ഒരു ചാർട്ട് വെച്ചിട്ട് നമ്മൾ പറയണമെങ്കിൽ, പീരീഡ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ ഇൻ ഇൻകേർഡ് ഫിനാൻഷ്യൽ ഇയർ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 182 ഡേയ്സ് ഓർ മോർ ഇന്ത്യയിൽ താമസിച്ചു കഴിഞ്ഞാൽ റെസിഡൻ്റ് ആണ്. ഓക്കെ, 182 ഡേയ്സിൽ താഴെയാണ് താമസിക്കുന്നതെങ്കിൽ, ലെസ് ദാൻ 120 ഡേയ്സ് ആണ് താമസിക്കുന്നതെങ്കിൽ എന്തായിട്ട് മാറി? നോൺ റെസിഡൻ്റ് ആയിട്ട് മാറി. ഓക്കെ, അതേസമയം 120 ഡേയ്സ് ഓർ മോർ ആൻഡ് ലെസ് ദാൻ 120 ഡേയ്സ് എന്ന് വെച്ചാൽ 120നും 182 ദിവസത്തിനിടയിലാണ് താമസിക്കുന്നതെങ്കിലോ അദ്ദേഹം ആരായിട്ട് മാറും? ഇന്ത്യൻ സിറ്റിസൺ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇൻകം മോർ ദാൻ 15 ലാക്ക് 15 ലക്ഷത്തിന് ഇന്ത്യൻ സിറ്റിസണോ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ വംശജനോ 15 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതർ ദാൻ ഫ്രം ഫോറിൻ സോഴ്സസ്, അതായത് ഫോറിൻ സോഴ്സിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്ന് മാത്രം തന്നെ 15 ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടാക്കി അദ്ദേഹം റെസിഡൻ്റ് ആണ്. ബട്ട് നോട്ട് ഔട്ട് റെസിഡൻ്റ്, ദാറ്റ് ഇസ് NOR. അതേസമയം അതേഴ്സ് ആണെങ്കിൽ അവരായിട്ട് മാറും, നോൺ റെസിഡൻ്റ് ആയിട്ട് മാറും. ഓക്കെ, ഒരു ഇന്ത്യൻ വംശജൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം മാത്രം 15 ലക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. 120 ഡേയ്സിനും 182 ഡേയ്സിനും ഇടയിൽ അദ്ദേഹം ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ, പ്രീവിയസ് ഇയറിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആരായിട്ട് മാറും? റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി, ദാറ്റ് ഈസ് NOR. റെസിഡൻ്റ് ആണ്, പക്ഷേ ആരാണ്? നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്, NOR ആണ്. ഓക്കെ, അതേസമയം 120 ഡേയ്സിനും 182 ഡേയ്സിനും ഇടയിൽ അദ്ദേഹം താമസിച്ചു. അതേഴ്സ് എന്ന് വെച്ചാൽ ഇന്ത്യൻ സിറ്റിസൺ അല്ല, ഒരു ഫോറിൻ സിറ്റിസൺ ആണ്. അതല്ലെങ്കിൽ 15 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ളൂ, അദ്ദേഹം ആരായിട്ട് മാറും? നോൺ റെസിഡൻ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദെൻ ഡിറ്റർമിനേഷൻ ഇഫ് റെസിഡൻറ്റ് ഈസ് ആൻ ഓർഡിനറി റെസിഡൻറ്റ്. അപ്പോൾ ഒരാൾ, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ റെസിഡൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 2 കാറ്റഗറിയാണുള്ളത്. റെസിഡൻ്റ് എന്ന് പറയുന്നത് 2 കാറ്റഗറി ഉണ്ട്. ഓർഡിനറി റെസിഡൻ്റ് ഉണ്ട്, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ഉണ്ട്. ഇനി എന്താ തീരുമാനിക്കേണ്ടത്? അദ്ദേഹം ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് വേണം തീരുമാനിക്കണം. ഇതെങ്ങനെ തീരുമാനിക്കും? സെക്ഷൻ 6 സബ്സെക്ഷൻ 6 ഇതാണ് എന്ത്? അഡീഷണൽ കണ്ടീഷനാണ്. ദിസ് സെക്ഷൻ അപ്ലൈസ് ടു ഇൻഡിവിജ്വൽസിനുള്ളതാണ്, വേറെ ആർക്കുള്ളതല്ല. ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ടു ക്വാളിഫൈ ആസ് ആൻ ഓർഡിനറി റെസിഡന്റ് ഓഫ് ഇന്ത്യ, ഹി ഹാസ് ടു ഫുൾഫിൽ ബോത്ത് ഓഫ് ദ ഫോളോയിങ് ടു അഡീഷണൽ കണ്ടീഷൻ. അവിടെ 2 കണ്ടീഷനുണ്ട്. അഡീഷണൽ കണ്ടീഷൻ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 2 എണ്ണം സാറ്റിസ്ഫൈ ചെയ്യണം. 2 എണ്ണം സാറ്റിസ്ഫൈ ചെയ്ത ആൾ എന്ത് വിളിക്കും? ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കും. 2 എണ്ണം സാറ്റിസ്ഫൈ ചെയ്യാത്ത ആളാണെങ്കിലോ നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കും. സോ നമുക്ക് അഡീഷണൽ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അഡീഷണൽ കണ്ടീഷൻസ് ഇതാണ്. ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ ഉണ്ട്, രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ എന്താ പറയുന്നത്? ഹി ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 out of 10 പ്രീവിയസ് ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. എന്ന് വെച്ചാൽ നമ്മളുടെ പ്രീവിയസ് ഇയർ ഏതാ? നമ്മളുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 2023-24 ആണ്. ആ 2023-24 ഹി ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2
ഔട്ട് ഓഫ് 10 പ്രീവിയസ് ഇയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2023-24 മുമ്പുള്ള 10 വർഷം. അത് ഏതൊക്കെയാണ് വരാം? 2022, 20, 21, 20, 19, 18, ഇപ്പോൾ 22, 21, 21, 20, 20, 19, സോറി 22, 23, 21, 22, 20, 21, 19, 20, 18, 19, 17, 18, അതുപോലെ തന്നെ എന്താണ് 16, 17, 15, 16, 14, 15. സോ ഇവിടെ നോക്കാം 10 വർഷം 1, 2, 3, 4, 5, 6, 7, 8, 9. ഓക്കെ, അടുത്ത 13, 14. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ അറ്റ്ലീസ്റ്റ് 2 ഔട്ട് ഓഫ് 10 പ്രീവിയസ് ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ ഷുഡ് ബി റെസിഡൻറ്റ്. അദ്ദേഹം ആരായിട്ട് മാറണം? റെസിഡൻ്റ് ആയിട്ട് മാറണം. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? 2022, 23, 21, 22 ഇതിലേതെങ്കിലും 10 പ്രീവിയസ് ഇയർ, ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഈ 10 പ്രീവിയസ് ഇയറിന് മുമ്പുള്ള ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 10 പ്രീവിയസ് ഇയർ ആണ്. ആ പ്രീവിയസ് ഇയറിൽ 2 വർഷം ആരായിട്ട് മാറണം? റെസിഡൻ്റ് ആയിട്ട് മാറണം. ഹൂ ഈസ് എ റെസിഡൻറ്റ്? റെസിഡൻറ്റ് എന്ന് വെച്ചാൽ ആരാ? ബേസിക് കണ്ടീഷൻ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത ആളെ എന്ത് വിളിക്കുക? റെസിഡൻറ്റ് എന്ന് വിളിക്കാം. അപ്പോൾ 2022, 23, 21, 22, 20, 21, 19, 20, 18, 19, 17, 18 ഇതിലേതെങ്കിലും ഒരു വർഷത്തിൽ 2 വർഷം അറ്റ്ലീസ്റ്റ് 2 ഏതെങ്കിലും 2 വർഷം എന്ത് ചെയ്തിട്ടുണ്ടാവണം? അദ്ദേഹം ബേസിക് കണ്ടീഷൻസ് 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം 3ാമത്തെ വർഷവും 4ാമത്തെ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ ഏതെങ്കിലും ഒരു 2 വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? ബേസിക് കണ്ടീഷൻ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ അദ്ദേഹം ആരായിട്ട് മാറി? റെസിഡൻ്റ് ആയിട്ട് മാറി. അപ്പോൾ 2020, 21 റെസിഡൻ്റ് ആണ്, 2019, 20 റെസിഡൻ്റ് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അത് മതി. അപ്പോൾ ഇതാണ് എന്ത്? അഡീഷണൽ കണ്ടീഷൻ. അപ്പോൾ അഡീഷണൽ കണ്ടീഷനിൽ ഒരെണ്ണം അതാണ്. അടുത്ത അഡീഷണൽ കണ്ടീഷൻ എന്താണ്? ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 730 days ഓർ മോർ ഡ്യൂറിംഗ് ദ 7 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ റെലവൻറ്റ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷം അതേതൊക്കെയാണ്? ഇത് ഉൾപ്പെടില്ല. ഇവിടെ മുതൽ 22, 23, 21, 22, 20, 21, 19, 20, 18, 19, 17, 18, 16, 17 പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2022, 23 100 ദിവസം, ഇവിടെ ഒരു 200 ദിവസം, ഇവിടെ ഒരു 200 ദിവസം, ഇവിടെ ഒരു 200 ദിവസം, ഇവിടെ ഒരു 200 ദിവസം. അപ്പോൾ അത്ര തന്നെ ഈ പറഞ്ഞ പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷത്തിൽ 730 ദിവസത്തിന് മുകളിൽ ഇന്ത്യയിലുണ്ടെങ്കിൽ അദ്ദേഹം എന്തായി? 2ാമത്തെ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻസ് എന്താണ്? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം, പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം എന്താവുക? റെസിഡൻ്റ് ആവുക. അടുത്തത് അഡീഷണൽ കണ്ടീഷൻ എന്താണ്? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷത്തിൽ 730 ഡേയ്സ് എന്ത് ചെയ്യുക? ഇന്ത്യയിൽ ഉണ്ടാവുക. ഇതാണ് 2 അഡീഷണൽ കണ്ടീഷൻ. സിമ്പിളാണ്. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം റെസിഡൻ്റ് ആവുക, പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവുക. റെസിഡൻ്റ് ആവാന്നല്ല, 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവുക. അതെങ്ങനെയെങ്കിലും മതി. ഓക്കെ, സോ ഇങ്ങനെ വേണം. ഇതാണ് അഡീഷണൽ കണ്ടീഷൻ. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻസ് 2 എണ്ണം പഠിച്ചു, ബേസിക് കണ്ടീഷൻസ് 2 എണ്ണം പഠിച്ചു. ഓക്കെ, ദെൻ റൂൾസ് ഫോർ റെസിഡൻസി സ്റ്റാറ്റസ്. റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് അഥവാ OR എന്ന് വിളിക്കും. ഓർഡിനറി റെസിഡൻറ്റ് എന്ന് വെച്ചാൽ ആരാണ്? മസ്റ്റ് സാറ്റിസ്ഫൈ അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ ബേസിക് കണ്ടീഷൻ. ബേസിക് കണ്ടീഷൻ ഒരെണ്ണവും ആൻഡ് ബോത്ത് അഡീഷണൽ കണ്ടീഷൻസ് 2 എണ്ണവും സാറ്റിസ്ഫൈ ചെയ്ത ആളെന്ന് വിളിക്കും റെസിഡൻറ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് വിളിക്കും. ദെൻ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, ഇത് തന്നെ എന്ന് വിളിക്കുന്നത് ഓർഡിനറി റെസിഡൻറ്റ്. ഇതാരാണ്? നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഹൂ ഈസ് എ നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്? മസ്റ്റ് സാറ്റിസ്ഫൈ അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ ബേസിക് കണ്ടീഷൻ. അഥവാ ബേസിക് കണ്ടീഷൻ 2 എണ്ണമുണ്ട്, 2 എണ്ണത്തിൽ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താണ്? ആൻഡ് 1 ഓർ നൺ ഓഫ് ദ അഡീഷണൽ കണ്ടീഷൻ. അഡീഷണൽ കണ്ടീഷൻസ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമുണ്ട്, പക്ഷെ 2 എണ്ണത്തിൽ ഒരെണ്ണേ സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ, അല്ലെങ്കിൽ 0 ഒന്നും എന്ത് ചെയ്തില്ല? സാറ്റിസ്ഫൈ ചെയ്തില്ല. അഥവാ ബേസിക് കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ, അഡീഷണൽ കണ്ടീഷൻ എന്ത് ചെയ്തില്ല? സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ അദ്ദേഹത്തിന് എന്ത് വിളിക്കും? റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് വിളിക്കും. ഇനി അഡീഷണൽ കണ്ടീഷൻസ് 2 എണ്ണത്തിൽ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത് വിചാരിച്ചോ, വലിയ കാര്യമൊന്നുമില്ല.
അഡീഷണൽ കണ്ടീഷൻസ് രണ്ടെണ്ണത്തിൽ രണ്ടെണ്ണം സാറ്റിസ്ഫൈ ചെയ്താലേ എന്ത് വിളിക്കുകയുള്ളൂ? ഓർഡിനറി റെസിഡൻ്റ് എന്ന് വിളിക്കുകയുള്ളൂ. രണ്ടെണ്ണത്തിൽ ഒരെണ്ണമോ അല്ലെങ്കിൽ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എന്ത് വിളിക്കും? നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്ന് വിളിക്കും. പക്ഷേ വേറെ കാര്യമുണ്ട്, ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം, ഏതെങ്കിലും ഒരെണ്ണം. ഫസ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലും മതി ബേസിക് കണ്ടീഷൻ. ഓക്കെ, ദെൻ ഹൂ ഇസ് എ നോൺ റെസിഡൻറ്റ്? NR എന്ന് വെച്ചാൽ ആരാണ്? സിമ്പിൾ, മസ്റ്റ് സാറ്റിസ്ഫൈ നൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ. അതായത് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത ആളെ എന്ത് വിളിക്കും? നോൺ റെസിഡൻറ്റ്. അദ്ദേഹം അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തതെന്ന് നോക്കേണ്ട കാര്യമില്ല. സോ എല്ലാവരുടെയും പ്രാർത്ഥനയും മനസ്സിലിരിപ്പും എന്തായിരിക്കും? റെസിഡൻ്റ് ആവണമെന്നാണോ റെസിഡൻ്റ് ആവണമെന്നാണോ റെസിഡൻ്റ് ആവണ്ട എന്നുള്ളതാണ്. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താ? ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ, നമ്മൾ രക്ഷപ്പെട്ടു, നമ്മളാരല്ല, റെസിഡൻ്റ് അല്ല. ഓക്കെ, ഇനി ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു പോയി. ഇനി നമ്മളുടെ പ്രാർത്ഥന എന്താവണം? അഡീഷണൽ കണ്ടീഷൻസ് രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കണമേ എന്നായിരിക്കണം. അപ്പോൾ നമ്മൾ ആരായിട്ട് മാറും? നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് മാറും. കഷ്ടകാലത്തിന് ബേസിക് കണ്ടീഷൻ ഒരെണ്ണവും അഡീഷണൽ കണ്ടീഷൻസ് രണ്ടെണ്ണവും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരായിട്ട് മാറി? ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് മാറി. ഇതിൻ്റെ കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡിനറി റെസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ടാക്സ് ബേർഡൻസ് കൂടും. നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ടാക്സ് ബേർഡൻസ് കുറയും. നോൺ റെസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ടാക്സ് ബേർഡൻ എന്ത് ചെയ്യും? നമുക്ക് കുറയും. ചുരുക്കി പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു പ്രവാസി, അദ്ദേഹം നോൺ റെസിഡൻ്റ് അല്ലേ, അദ്ദേഹത്തിന് വിദേശത്ത് നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ പിന്നെ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. അതേസമയം നമ്മളാരാ? ഓർഡിനറി റെസിഡൻ്റ് ആണ്. നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്മേലും ടാക്സ് അടയ്ക്കണം, അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്മേലും ഇവിടെ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതാണ് ഓർഡിനറി റെസിഡൻറ്റിൻ്റെ കുഴപ്പം. ഇതിൻ്റെ ഇടയിലുള്ള നോട്ട് ഓർഡിനറി റെസിഡൻറ്റിന് കുറച്ചൊക്കെ ഇളവുകളുണ്ട്, അതൊക്കെ വഴിയേ പറഞ്ഞുതരാം. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. റൂൾസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. നെക്സ്റ്റ് അടുത്താണ് ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് HUF. HUFനെ സംബന്ധിച്ചുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? അതിൻ്റെ സെക്ഷൻ നോക്കുകയാണെങ്കിൽ സെക്ഷൻ 6 സബ്സെക്ഷൻ 2 ആണ്. ബേസിക് കണ്ടീഷനാണ് ഇവിടെ പറയാൻ പോണത്. നമ്മളെ സംബന്ധിച്ച് ഇൻഡിവിജ്വൽ ബേസിക് കണ്ടീഷൻ സെക്ഷൻ എത്രയായിരുന്നു? സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ആയിരുന്നു. HUFൻ്റെ സെക്ഷൻ എത്രയായിരുന്നു? സെക്ഷൻ 6 സബ്സെക്ഷൻ 2 ആണ്. ഇൻഡിവിജ്വലിലെ അഡീഷണൽ കണ്ടീഷൻ്റെ സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 6 സബ്സെക്ഷൻ 6 ആണ്. ഓക്കെ, ഇവിടെ ബേസിക് കണ്ടീഷൻ്റെ സെക്ഷൻ 6 സബ്സെക്ഷൻ 2 ആണ്. ദ സെക്ഷൻ അപ്ലൈസ് ടു ഹിന്ദു അണ്ടർ ഫാമിലി. ദ ഡിസ്റ്റിങ്ഷൻ അണ്ടർ സെക്ഷൻ ഈസ് മെയ്ഡ് ആസ് HUF ഹിന്ദു അണ്ടർ ഫാമിലി is said to be resident in India if control and management of its affairs wholly or partly situated in India. സിമ്പിളാണ്. കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്, അതായത് HUF ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ, ഫുള്ളി ഇന്ത്യയിലോ അല്ലെങ്കിൽ പാർട്ട്ലി ഇന്ത്യയിലാണെങ്കിൽ അവരെന്തായിട്ട് മാറി? റെസിഡൻ്റ് ആയിട്ട് മാറി. സോ നമ്മളുടെ പഴയ ബേസിക് കണ്ടീഷൻ പോലെ 182 ഡേയ്സ് ഓർ മോർ, അതുപോലെ തന്നെ എന്താണ് 60 ഡേയ്സ് ഓർ മോർ പ്ലസ് 730 ഡേയ്സ് ഫോർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഫോർ പ്രിസീഡിങ് പ്രീവിയസ് ഇയർ, അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇതിലില്ല. HUFനില്ല. HUFന് ആകെ ഒറ്റ ബേസിക് കണ്ടീഷനേ ഉള്ളൂ. ബേസിക് കണ്ടീഷൻ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. എന്താണത്? കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വോളി അല്ലെങ്കിൽ പാർട്ട്ലി ഇന്ത്യയിൽ ഉണ്ടാവുക എന്നുള്ള ഒറ്റ ബേസിക് കണ്ടീഷനേ ഉള്ളൂ. ഇത് സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡൻറ്റ്, ഇത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നോൺ റെസിഡൻറ്റ്. ദാറ്റ്സ് ഇറ്റ്, ഇത്രേ ഉള്ളൂ. ബേസിക് കണ്ടീഷൻ ഒരെണ്ണേ ഉള്ളൂ. അത് സാറ്റിസ്ഫൈ ചെയ്താൽ ആരാണ്? റെസിഡൻ്റ് ആണ്. പക്ഷെ ആരാണോ നമുക്കറിയണം. ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ നമുക്ക് അറിയാനുണ്ട്. അതിലേക്ക് നമുക്ക് പോവാം. അതിന് നമുക്ക് എന്ത് ചെയ്യണം? അഡീഷണൽ കണ്ടീഷൻസ് പഠിക്കണം. ഓക്കെ, എ ഹിന്ദു ആൻഡ് ഒരു ഫാമിലി ഈസ് നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇറ്റ്സ് അഫയേഴ്സ് വോളി സിറ്റുവേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. കംപ്ലീറ്റ്ലി ബിസിനസിൻ്റെ മാനേജ്മെൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ അവരാരായിട്ട് മാറി? സിമ്പിൾ, നോൺ റെസിഡൻ്റ് ആയിട്ട് മാറി. അഥവാ ബേസിക് കണ്ടീഷൻ എന്ത് ചെയ്തില്ല? സാറ്റിസ്ഫൈ ചെയ്തില്ല. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് സിറ്റുവേറ്റഡ് അറ്റ് പ്ലേസ് വേർ ഇൻ ദ ഹെഡ് ദ സീറ്റ് ആൻഡ് ദ ഡയറക്റ്റിംഗ് പവർ ഓർ സിറ്റുവേറ്റഡ്. എന്താണ് ഈ കൺട്രോൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അതായത് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് സിറ്റുവേറ്റഡ് അറ്റ് എ പ്ലേസ് വേർ ദ ഹെഡ് എവിടെയാണോ ഇരിക്കുന്നത്, ദ സീറ്റ് ആൻഡ് ദ ഡയറക്റ്റിംഗ് പവർ എവിടെയാണോ ഇരിക്കുന്നത്, അതിനാണ് എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അത് എവിടെയായിരിക്കണം? വോളി അല്ലെങ്കിൽ പാർട്ട്ലി എങ്കിലും ഇന്ത്യയിലായിരിക്കണം. വോളി അല്ലെങ്കിൽ പാർട്ട്ലി ഇന്ത്യയിലാണെങ്കിൽ അവർ റെസിഡൻ്റ് ആണ്. വോളി ഓർ പാർട്ട്ലി വോളി ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ അവർ നോൺ റെസിഡൻ്റ് ആയിട്ട് മാറും. സോ ഇതാണ് ബേസിക് കണ്ടീഷൻ. ഇനി അടുത്തതാണ് അഡീഷണൽ കണ്ടീഷൻ. ദാറ്റ് ഈസ് സെക്ഷൻ 6 സബ്സെക്ഷൻ 6 ക്ലോസ് ബി. നമ്മളെ സംബന്ധിച്ച് ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചുള്ള അഡീഷണൽ കണ്ടീഷൻ്റെ സെക്ഷൻ ഏതാ? സെക്ഷൻ 6 സബ്സെക്ഷൻ 6 മാത്രമേ ഉള്ളൂ. നമ്മളെ ഇവരെ സംബന്ധിച്ച് വരുമ്പോഴത്തേക്കും ഹിന്ദു HUF വരുമ്പോഴത്തേക്കും ഒരു ക്ലോസ് ബി കൂടി എന്ത് ചെയ്യുന്നുണ്ട്? കയറി വരുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് എന്ത്? അഡീഷണൽ കണ്ടീഷനാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. റെസിഡന്റ് ഹിന്ദു ആൻഡ് യുടെ ഫാമിലി ഈസ് ആൻ ഓർഡിനറി റെസിഡന്റ് ഇൻ ദ ഇന്ത്യ ഇഫ് ദ കർത്ത ഓർ മാനേജർ ഓഫ് ദ ഫാമിലി ബിസിനസ് സാറ്റിസ്ഫൈ ദ ഫോളോയിങ് ടു അഡീഷണൽ കണ്ടീഷൻ. അതായത് ബിസിനസ് വോളി ഓർ പാർട്ട്ലി ഇന്ത്യയിലാണെങ്കിൽ ആരാണ്?
വോളി ഓർ പാർട്ട്ലി ഇന്ത്യയിലാണ് ബിസിനസ് എങ്കിൽ റെസിഡൻ്റ് ആണ്. ഇനി എന്താ നമുക്കറിയേണ്ടത്? ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അഡീഷണൽ കണ്ടീഷൻ എന്ത് ചെയ്യണം? നോക്കണം. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻസ് 2 ഉണ്ട്. എന്തൊക്കെയാണ് 2? കർത്ത ഹാസ് ബീൻ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2 ഔട്ട് ഓഫ് ദ 10 പ്രീവിയസ് ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ. നമ്മളുടെ ഇൻഡിവിജ്വലിൻ്റെ കേസിലുള്ള അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ടല്ലോ, അത് തന്നെ കർത്തക്ക് ബാധകമാണ്, വേറൊന്നുമില്ല. നമ്മുടെ കർത്ത എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം ഇന്ത്യയിൽ ആരായിരിക്കണം? റെസിഡൻ്റ് ആയിരിക്കണം. ഓക്കെ, ഇൻഡിവിജ്വലിനെ പഠിച്ച സെയിം തന്നെ കർത്തക്ക് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ്? കർത്ത ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 730 days ഓർ മോർ ഡ്യൂറിംഗ് ദ 7 years ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷത്തിൽ 730 ദിവസം ഇന്ത്യയിൽ വേണം. അപ്പോൾ ചുരുക്കം പറഞ്ഞ് ഇത് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 10 വർഷത്തിൽ 2 വർഷം റെസിഡൻ്റ് ആയിരിക്കണം. പ്രീവിയസ് ഇയർ മുമ്പുള്ള 7 വർഷത്തിൽ 730 ദിവസം റെസിഡൻ്റ് ആയിരിക്കണം. 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം. റെസിഡൻ്റ് ആയിരിക്കണം എന്നുള്ള 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടാവണം. ഇതാണ് കർത്തേനെ സംബന്ധിച്ചുള്ള അഡീഷണൽ കണ്ടീഷൻ. നമ്മളുടെ കർത്ത ഈ അഡീഷണൽ കണ്ടീഷൻസ് 2 സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഓർഡിനറി റെസിഡൻ്റ് ആയി. കർത്ത ഈ 2 അഡീഷണൽ കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് സാറ്റിസ്ഫൈ ചെയ്തോളൂ, അല്ലെങ്കിൽ 2 സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആയി. റെസിഡൻ്റ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിൽ റെസിഡൻ്റ് ആണ്. പക്ഷേ കർത്ത ഇന്ത്യയിലില്ല, അതായത് കർത്ത അഡീഷണൽ കണ്ടീഷൻസ് 2 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ 1 സാറ്റിസ്ഫൈ ചെയ്തുള്ളെങ്കിൽ നോട്ട് ഓർഡിനറി. 2 അഡീഷണൽ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് ആരാവുക? ഓർഡിനറി റെസിഡൻറ്റ് ആവുക. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ഇത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചുള്ള അഡീഷണൽ കണ്ടീഷൻ തന്നെയാണ് നമ്മുടെ കർത്ത ഫോളോ ചെയ്യേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സെക്ഷനും പഠിച്ചിരിക്കുക. ഇഫ് കണ്ടീഷൻ സ്റ്റിപ്പുലേറ്റഡ് ഇൻ സെക്ഷൻ 6 സബ്സെക്ഷൻ 6 ക്ലോസ് ബി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ബൈ HUF. അപ്പോൾ HUF എന്ത് ചെയ്തില്ല? നമ്മളുടെ സെക്ഷൻ 6 സബ്സെക്ഷൻ ബിയിലുള്ള കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ, ഫുൾഫില്ലിംഗ് ദ കണ്ടീഷൻ സ്റ്റിപ്പുലേറ്റഡ് സെക്ഷൻ 6 ക്ലോസ് ബി, ദെൻ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ദ റെസിഡന്റ് നോട്ട് ഓർഡർ റെസിഡന്റ്. അതായത് നോട്ട് ഓർഡിനറി HUF ആയിട്ട് അതിന് എന്ത് ചെയ്യും? പറയും. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ ഫേം ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ. ഫേമിനെയും അസോസിയേഷൻ ഓഫ് പേഴ്സണൊക്കെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ആസ് പെർ സെക്ഷൻ 6 സബ്സെക്ഷൻ 2 എ പാർട്ട്ണർഷിപ്പ് ഫേം ആൻഡ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആർ സെഡ് ടു ബി റെസിഡൻറ്റ്. അവർ റെസിഡൻ്റ് ആവുന്നത് എപ്പോഴാണ്? കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദെയർ അഫയേഴ്സ് ആർ വോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. അതായത് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വോളി ഓർ പാർട്ട്ലി ഇന്ത്യയിലാണെങ്കിൽ അവരാരായിട്ട് മാറും? വോളി ഓർ പാർട്ട്ലി ഇന്ത്യയിലാണെങ്കിൽ അവർ റെസിഡൻ്റ് ആയിട്ട് മാറും. ഫുള്ളി ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിലോ നോൺ റെസിഡൻ്റ് ആയിട്ട് മാറും. ദേ ആർ ഹവർ ട്രീറ്റഡ് ആസ് നോൺ റെസിഡൻറ്റ്. അവരെ നോൺ റെസിഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. എപ്പോഴാണ്? ഇൻ ഇന്ത്യ ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദെയർ അഫയേഴ്സ് ആർ സിറ്റുവേറ്റഡ് വോളി ഔട്ട്സൈഡ് ഇന്ത്യ. അതായത് ഒരു ഫേം അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സണൊക്കെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുന്നത് വേറൊന്നുമില്ല. കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഫുള്ളി ഔട്ട്സൈഡ് ഇന്ത്യ ആണോ? നോൺ റെസിഡൻ്റ് ആണ്. പാർട്ട്ലി ഓർ വോളി ഇന്ത്യയിലാണോ? റെസിഡൻ്റ് ആണ്. 2 കാറ്റഗറി ഉള്ളൂ. ഓർഡിനറി റെസിഡൻറ്റും നോൺ റെസിഡൻറ്റും. ഓക്കെ, അപ്പോൾ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് കുറച്ചെങ്കിലും ഇന്ത്യയിലുണ്ടെങ്കിൽ റെസിഡൻ്റ് ആണ്. ഫുള്ളി ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. ഇതാണ് ഫേമിനെ സംബന്ധിച്ചുള്ള അസോസിയേഷൻ ഓഫ് പേഴ്സണെ സംബന്ധിച്ചുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അടുത്ത് നോക്കി കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ കമ്പനി. സിമ്പിൾ. ആസ് പെർ സെക്ഷൻ 3 സെക്ഷൻ 6 സബ്സെക്ഷൻ 3 ആൻഡ് ഇന്ത്യൻ കമ്പനി ഈസ് ഓൾവേസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ കമ്പനി എപ്പോഴും എന്തായിരിക്കും? റെസിഡൻ്റ് ആയിരിക്കും. കാരണം കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കമ്പനിയാണ് ഇന്ത്യൻ കമ്പനി. അവരെപ്പോഴും എന്തായിരിക്കും? റെസിഡൻ്റ് ആയിരിക്കും. എ ഫോറിൻ കമ്പനി ഈസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ ഓൺലി ഇഫ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ഹിസ് അഫയേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് വോളി ഇന്ത്യ. അപ്പോൾ ഫോറിൻ കമ്പനിക്ക് മാത്രമാണ് കുറച്ച് വ്യത്യാസം കൂടുതൽ. എന്താ വ്യത്യാസം? കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വോളി ഇന്ത്യയിലാണെങ്കിൽ റെസിഡൻ്റ് ആണ്, പാർട്ട്ലി ഇന്ത്യയിലാണെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. ബാക്കിയുള്ളതിനൊക്കെ പാർട്ട്ലി ഇന്ത്യയിലാണെങ്കിൽ റെസിഡൻ്റ് ആവേണ്ടതാണ്. പക്ഷേ ഫോറിൻ കമ്പനീനെ സംബന്ധിച്ച് എന്താണ്? വോളി ഇന്ത്യയിലാണെങ്കിലാണ് റെസിഡൻ്റ് ആവുള്ളൂ. പാർട്ട്ലി ഇന്ത്യയിലാണെങ്കിൽ അവർ എന്തായിട്ട് മാറും? നോൺ റെസിഡൻ്റ് ആയിട്ട് മാറും. ഇത്രയും കണ്ടീഷൻസേ ഉള്ളൂ ഈ കമ്പനീനെ സംബന്ധിച്ച് ഫേമിനെയൊക്കെ സംബന്ധിച്ചുള്ള ക്ലോസ്. ഇൻഡിവിജ്വൽ HUFനാണ് കുറച്ച് കോംപ്ലിക്കേഷൻസ് കൂടുതൽ വരുന്നത്. Okay. Our foreign company is treated as non-resident if during the previous year control and management of its affairs is either wholly or partly situated out of India. Wholly അല്ലെങ്കിൽ partly outside ഇന്ത്യയിലാണെങ്കിൽ അവർ ആരാണ്? നോൺ റെസിഡൻറ്റ് ആണ്. ഓക്കെ, ക്ലിയർ. ദെൻ ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആണ് നമുക്ക് അടുത്ത് നോക്കാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻസിഡൻസ് ഓഫ് ടാക്സ് ആണ്. നമുക്ക് ഒന്നാമത്തെ സിറ്റുവേഷൻ നോക്കാം. ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ വെദർ ഏൺഡ് ഇൻ ഇന്ത്യ ഓർ എൽസ്വെയർ. അതായത് നിങ്ങളെല്ലാവരും നമ്മളെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുക.
ഒന്ന് ഓർഡിനറി റെസിഡൻ്റ് ആവാം നമ്മൾ, അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആവാം, അല്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആവാം. ഇത് ഇൻസിഡൻസ് ഓഫ് ടാക്സ് പറയുന്നത് ഇൻഡിവിജ്വലിൻ്റെ കേസാണ് കേട്ടോ ഇവിടെ പറയുന്നത്. ഇൻഡിവിജ്വലിൻ്റെ കേസാണ് നമ്മൾ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഓർഡിനറി റെസിഡൻറ്റ്, ഫോർ എക്സാമ്പിൾ നമുക്കൊരു പേര് ഇടാം, രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഫുൾ ടൈം ഇന്ത്യയിലുണ്ട്. ഓക്കെ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ സുന്ദർ പിച്ചെ എന്ന് പറയുന്നത് അദ്ദേഹം ആരാണ്? നമ്മളുടെ ഗൂഗിളിൻ്റെ CEO ആണ്, ഇന്ത്യൻ വംശജനാണ്. അദ്ദേഹം ഇന്ത്യയിലും വരാറുണ്ട്, വിദേശത്തും പോകാറുണ്ട്. സോ അതുകൊണ്ട് ഒരു മിക്സറായിട്ടാണ്, ഇന്ത്യയിലും ഇവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ അദ്ദേഹം നോട്ട് ഓർഡർ റെസിഡൻ്റ് ആണെന്ന് വിചാരിക്കാം. ഇനി അടുത്താണ് നോൺ റെസിഡൻറ്റ്. ഓക്കെ, നോൺ റെസിഡൻറ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ അല്ലാത്ത ഒരു നോൺ റെസിഡൻറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അതെടുക്കാം. ഓക്കെ, അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു നോൺ റെസിഡൻ്റ് ആണ്, ഇന്ത്യയിൽ വന്നിട്ട് വല്ലപ്പോഴും വന്നിട്ട് ISL അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കാറുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഹിയർ അല്ലെങ്കിൽ നമുക്ക് നോൺ റെസിഡൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമുക്ക് സുനിൽ ഛേത്രിനെ എടുക്കാം. സുനിൽ ഛേത്രി എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിൽ വല്ലപ്പോഴും മാത്രമേ ഉണ്ടാവുള്ളൂ, വിദേശ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് സ്ഥിരം കളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. സോ ഇവർ 3 പേരും ആരാണ്? ഇന്ത്യൻ സിറ്റിസൺസ് തന്നെയാണ്. അപ്പോൾ ഇതിന് കോംപ്ലിക്കേഷൻ ഇല്ലല്ലോ. സോ ഇവിടെ നോക്കുക, ഈ കേസിൽ ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ വെദർ ഏൺഡ് ഇൻ ഇന്ത്യ ഓർ എൽസ്വെയർ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, രാഹുൽ ഫുൾ ടൈം ഇന്ത്യയിലുണ്ട്, നമ്മുടെ കേരളത്തിലുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ. ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, അദ്ദേഹത്തിന് ഇന്ത്യയിൽ നിന്ന് എന്ത് കിട്ടി? ഇൻകം കിട്ടി. അല്ലെങ്കിൽ ഡീംഡ് ടു ബി റിസീവ് ചെയ്യാൻ പോവുകയാണ്. വെദർ ഏൺഡ് ഇൻ ഇന്ത്യ ഓർ എൽസ്വെയർ, ആ പൈസ ഇന്ത്യയിലായിരിക്കാം ഏൺ ചെയ്തത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്നായിരിക്കാം. എനിവേ ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, പൈസ ഇന്ത്യയിൽ വെച്ചാണോ റിസീവ് ചെയ്യുന്നത്? രാഹുലും ടാക്സ് അടയ്ക്കണം, സുന്ദർ പിച്ചയും ടാക്സ് അടയ്ക്കണം, സുനിൽ ഛേത്രിയും എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റും ടാക്സ് അടയ്ക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് പൈസ റിസീവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്ന വരുമാനമാവട്ടെ, പൈസ ഇന്ത്യയിൽ വച്ചാണോ റിസീവ് ചെയ്തത്, 3 പേരും ടാക്സ് അടച്ചോളണം. ക്ലിയർ? അടുത്തതാണ് ഇൻകം അക്രൂസ് ഓർ എറൈസസ് ഓർ ഡീംഡ് ടു അക്രൂ ഓർ എറൈസസ് ഇന്ത്യ. ഇന്ത്യയിലാണ് പൈസ ഉത്ഭവിച്ചത്, പക്ഷെ പൈസ റിസീവ് ചെയ്ത് എവിടെ വെച്ചാണ്? ചിലപ്പോൾ ഇന്ത്യയിൽ വെച്ചായിരിക്കും, അല്ലെങ്കിൽ എൽസ്വെയർ വേറെ എവിടെയെങ്കിലും വെച്ചായിരിക്കാം. 3 പേരും എന്ത് ചെയ്യേണ്ടി വരും? ടാക്സ് അടയ്ക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ രാഹുൽ എന്ത് ചെയ്തു? ഒന്നാമത്തെ സിറ്റുവേഷൻ ആയിട്ടാണ് ഞാൻ പറയാൻ പോണേ. ഒന്നാമത്തെ സിറ്റുവേഷനിൽ രാഹുൽ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശ രാജ്യത്ത് പോയി, എന്നിട്ട് അവിടെ എന്തോ ഒരു സർവീസ് ചെയ്തു കൊടുത്തു, അദ്ദേഹത്തിന് പൈസ കിട്ടി. ഓക്കെ, അദ്ദേഹത്തിന് ഏൺ ചെയ്ത എവിടെ വെച്ചാൽ? ഇന്ത്യയിൽ വെച്ചാണോ? അല്ല, എൽസ്വെയർ എന്ന് വെച്ചാൽ വേറെ എവിടെയെങ്കിലും വെച്ചാൽ, ഇന്ത്യയിൽ വെച്ചാവാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ചാവാം. ഓക്കെ, ഇനി ഇന്ത്യയിൽ വെച്ചാണെങ്കിലും ടാക്സബിൾ ആണ്, വിദേശത്ത് വെച്ചാണെങ്കിലും ടാക്സബിൾ ആണ്. ഇൻകം റിസീവ്ഡ് ഓർ ഡീംഡ് ടു ബി റിസീവ്ഡ് ഇൻ ഇന്ത്യ, ആ പൈസ എവിടെ വെച്ചാൽ റിസീവ് ചെയ്ത്? വിദേശ രാജ്യത്ത് പോയിട്ട് ഒരു സർവീസ് ചെയ്തിട്ട് പൈസ റിസീവ് ചെയ്ത് ഇന്ത്യയിൽ വെച്ചാൽ അദ്ദേഹം ഇന്ത്യയിൽ ടാക്സ് അടച്ചേ പറ്റുള്ളൂ. സുന്ദർ പിച്ചെ എന്ത് ചെയ്തു? ഗൂഗിളിന് വേണ്ടിയിട്ട് പോയിട്ട് അമേരിക്കയിൽ പോയിട്ട് വർക്ക് ചെയ്തു. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു? അമേരിക്കയിൽ പോയിട്ട് വർക്ക് ചെയ്തതിന് ശേഷം ആ പൈസ റിസീവ് ചെയ്തത് എവിടെ വെച്ചാണ്? ഇന്ത്യയിൽ വെച്ചാണ് റിസീവ് ചെയ്തതെങ്കിൽ വെദർ ഏൺഡ് ഇൻ ഇന്ത്യ ഓർ എൽസ്വെയർ, ഇന്ത്യയിൽ വെച്ച് ഏൺ ചെയ്തായിരിക്കില്ല, വിദേശത്ത് വെച്ചായിരിക്കാം ഏൺ ചെയ്തത്. പക്ഷേ സുന്ദർ പിച്ചെ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഇന്ത്യയിൽ ടാക്സ് അടച്ചേ പറ്റുള്ളൂ. ഓക്കെ, പൈസ റിസീവ് ചെയ്ത് ഇന്ത്യയിൽ വെച്ചായതുകൊണ്ട് നോൺ ടോട്ടൽ റെസിഡൻറ്റ് ടാക്സ് അടയ്ക്കണം. നോൺ റെസിഡൻറ്റ് സുനിൽ ഛേത്രി ഇന്ത്യയിൽ വല്ലപ്പോഴും മാത്രമേ വരാറുള്ളൂ, വിദേശ ക്ലബിന് വേണ്ടി കളിച്ചിട്ട് അവിടെ നിന്ന് പൈസ കിട്ടി, പക്ഷേ പൈസ റിസീവ് ചെയ്ത് ഇന്ത്യയിൽ വെച്ചാണെങ്കിൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ക്ലിയർ? രണ്ടാമത്തെ സിറ്റുവേഷൻ, ഇൻകം അക്രൂ അറൈസസ് ഓർ ഡീംഡ് ടു അക്രൂ അറൈസ് ഇൻ ഇന്ത്യ വെദർ റിസീവ്ഡ് ഇൻ ഇന്ത്യ ഓർ എൽസ്വെയർ. ഇൻകം അക്രൂ അറൈസസ് ഓർ ഡീംഡ് ടു അക്രൂ അറൈസ് ഇൻ ഇന്ത്യ. രാഹുൽ ഇന്ത്യയിൽ ഒരു കോളേജിലെ അധ്യാപകനായിട്ട് ജോലി ചെയ്യായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അധ്യാപകനായിട്ടുള്ള അദ്ദേഹം എന്ത് ചെയ്തു? 1 മാസത്തേക്കോ 2 മാസത്തേക്കോ വിദേശ രാജ്യത്തേക്ക് ലീവിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ലീവ് സാലറി ആയിട്ടുള്ള എമൗണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അങ്ങോട്ട് ക്രെഡിറ്റ് ആയി. പക്ഷേ ഇൻകം അറൈസ് ചെയ്ത് എവിടെ വെച്ചാൽ? ഇന്ത്യയിൽ വെച്ചാൽ. സോ രാഹുൽ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കണം. സുന്ദർ പിച്ചെ അദ്ദേഹത്തിന് ഇന്ത്യയിൽ എന്തുണ്ട്? ഒരു വീടുണ്ട്, വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് വരുമാനം കിട്ടി. അദ്ദേഹം വിദേശത്ത് നിന്നപ്പോഴാണ് പൈസ കിട്ടിയത്, പക്ഷേ ഇൻകം എറൈസ് ചെയ്ത് എവിടെ വെച്ചാൽ? ഇന്ത്യയിൽ വെച്ചാണ്. ടാക്സ് അടച്ചേ പറ്റുള്ളൂ. അടുത്തത് സുന്ദർ പിച്ചേക്കും ഇന്ത്യയിൽ ഒരു വീടുണ്ടായി, വാടക കൊടുത്തിരിക്കുകയായിരുന്നു. ആ വീട്ടിൽ നിന്ന് വരുമാനം കിട്ടി. അവിടെ വിദേശത്തുള്ള യൂറോപ്യൻ ക്ലബ്ബിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് വരുമാനം കിട്ടിയത്. അവിടെയാണ് പൈസ റിസീവ് ചെയ്തത്. പക്ഷേ ഇന്ത്യയിൽ നിന്നാണ് പൈസ ഉത്ഭവിച്ചത്.
ഇൻകം അറൈസ് ചെയ്ത് എവിടെ വെച്ചാണ്, ഇന്ത്യയിൽ വെച്ചാണ് ടാക്സ് അടച്ചേ പറ്റുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ ഇൻകം റിസീവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻകം അറൈസ് ചെയ്യുന്നതും ഇന്ത്യയിലാണെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. അടുത്തത് ഇൻകം വിച്ച് അക്രൂ ഓർ റൈസസ് ഔട്ട്സൈഡ് ഇന്ത്യ, വിദേശത്ത് നിന്ന് പൈസ ഉണ്ടാക്കി ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എ ബിസിനസ് കൺട്രോളർ ഫ്രം ഇന്ത്യ. അതായത് നമ്മളുടെ രാഹുൽ ഇന്ത്യയിലാണ് ഫുൾ ടൈം ഉള്ളത്, കേരളത്തിലുള്ള ഒരാളാണ്, അദ്ദേഹം ഇന്ത്യയിലാണ് ഫുൾ ടൈം ഇന്ത്യയിലാണ്. പക്ഷേ വിദേശത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. അത് സ്മഗ്ലിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഡീജിയസ് ആയിട്ടുള്ള ചെയ്യാൻ പാടില്ലാത്ത ബിസിനസ് ആയിക്കോട്ടെ, നെവർ, ഒരു പ്രോബ്ലം ഇല്ല. ഏത് ബിസിനസ് ആയിക്കോട്ടെ, പക്ഷെ ആ ബിസിനസ് എന്ത് ചെയ്തു, കൺട്രോൾ ചെയ്തത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ വെച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ ഭൂരിഭാഗം സമയം രാഹുൽ എവിടെ, ഇന്ത്യയിലാണ്. ഇന്ത്യയിലുള്ള വൈദ്യുതിയും ഇന്ത്യയിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഇന്ത്യയിലുള്ള വൈഫൈ നെറ്റ്വർക്കിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് വിദേശത്തുള്ള ബിസിനസ് ആര് കൺട്രോൾ ചെയ്യുന്നത്, രാഹുൽ കൺട്രോൾ ചെയ്യുന്നത്. സോ രാഹുലിന് അവിടെ നിന്ന് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് മേലെ രാഹുൽ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ദുബായിൽ ഒരു ബിസിനസ് നടത്തി രാഹുൽ, ഫുൾ ടൈം ഇന്ത്യയിലാണ്, ഇന്ത്യയിൽ നിന്നിട്ടാണ് ഫോൺ കോളിൽ കൺട്രോൾ ചെയ്ത് ബിസിനസ് നടത്തുന്നത്. ആ അവിടുത്തെ വരുമാനത്തിന് മേലെ എവിടെ ടാക്സ് അടയ്ക്കണം, ഇവിടെ ടാക്സ് അടയ്ക്കണം. കാരണം എന്തുകൊണ്ടാണ്, ഇന്ത്യയിൽ നിന്ന് ആ ബിസിനസ് കൺട്രോൾ ചെയ്തുകൊണ്ട്. നോട്ട് ഓർഡിനറി റെസിഡന്റ് സുന്ദർ പിച്ചയും എന്ത് ചെയ്യുന്നുണ്ട്, വിദേശ രാജ്യത്ത് ഗൂഗിളിൽ ജോലി ചെയ്യുന്നത് കൂടാതെ വേറൊരു കമ്പനിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു ബിസിനസ് എവിടെയെങ്കിലും നടത്തുന്നുണ്ട്. ആ ബിസിനസ് ഇന്ത്യയിൽ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യണത്. അദ്ദേഹം ഭൂരിഭാഗം സമയം ഇന്ത്യയിലാണ്, അല്ലെങ്കിൽ പകുതി സമയം ഇന്ത്യയിലാണ്. അപ്പോൾ പകുതി സമയം ഇന്ത്യയിൽ നിന്നിട്ട് ഇന്ത്യയിലെ മണ്ണ് ഉപയോഗിച്ച്, ഇന്ത്യയിലെ ഫ്ലോർ ഉപയോഗിച്ച്, ഇന്ത്യയിലെ കറണ്ട് ഉപയോഗിച്ച്, ഇന്ത്യയിലെ വൈദ്യുതി ഉപയോഗിച്ച്, ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് വിദേശ രാജ്യത്ത് ബിസിനസ് അദ്ദേഹം നടത്തുന്നുണ്ടെങ്കിൽ ആ വിദേശ രാജ്യത്ത് നിന്ന് കിട്ടുന്ന വരുമാനത്തിന്മേലെ ഒരു പങ്കുമേലുള്ള ടാക്സ് ആരടയ്ക്കണം, സുന്ദർ പിച്ചയും അടയ്ക്കണം. പക്ഷേ അതേസമയം സുനിൽ ഛേത്രി വിദേശ ക്ലബ്ബിൽ പോയിട്ട് എന്ത് ചെയ്യാണ്, കളിക്കുകയാണ്. അതുകൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ബിസിനസ് നടത്തുന്നുണ്ട്. ആ ബിസിനസ് ഇന്ത്യയിൽ നിന്നിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അദ്ദേഹം നോൺ റെസിഡൻ്റ് അല്ലേ, ഇന്ത്യയിൽ നിന്ന് എത്രമാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റും? ഇന്ത്യയിൽ 182 ദിവസത്തിലോ അല്ലെങ്കിൽ 60 ദിവസത്തിൽ താഴെ മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടാവുള്ളൂ. സോ ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത്, വിദേശ രാജ്യത്തു നിന്നാണ് അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നത്. കാരണം നോൺ റെസിഡൻ്റ് ആണ് അദ്ദേഹം. സോ അദ്ദേഹം എന്ത് ചെയ്യേണ്ട കാര്യമില്ല, വിദേശത്ത് നിന്ന് കിട്ടുന്ന ബിസിനസ് ഇൻകത്തിന് മേൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി റെസിഡൻറ്റ് വിദേശത്ത് നിന്ന് കിട്ടുന്ന ബിസിനസ്സിന് മേൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് വിദേശത്ത് നിന്ന് കിട്ടുന്ന ബിസിനസ്സിന് മേൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. പക്ഷേ നോൺ റെസിഡൻറ്റ് ടാക്സ് അടയ്ക്കേണ്ടി വരില്ല. നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്, അത് ഇന്ത്യയിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നത്. സോ ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അടുത്തത് ഇൻകം വിച്ച് അക്രൂസ് ഓർ അറൈസ് ഔട്ട്സൈഡ് ഇന്ത്യ ഫ്രം എനി അതർ സോഴ്സ്. ബിസിനസ് ഒന്നുമല്ല. നമ്മളുടെ രാഹുൽ എന്ത് ചെയ്തു, വിദേശത്ത് ഒരു ദിവസം ക്ലാസ് എടുക്കാൻ പോയി, അല്ലെങ്കിൽ 2 ദിവസം ക്ലാസ് എടുക്കാൻ പോയി. അതിൽ നിന്ന് അദ്ദേഹത്തിന് വരുമാനം കിട്ടി. അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, എവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ, എവിടെ നിന്ന് റിസീവ് ചെയ്താലും, അവിടെ വെച്ച് റിസീവ് ചെയ്താലും, ഇവിടെ വെച്ച് റിസീവ് ചെയ്താലും രാഹുൽ ടാക്സ് അടച്ചേ പറ്റുള്ളൂ. കാരണം അദ്ദേഹം ഓർഡിനറി റെസിഡൻ്റാണ്. പക്ഷേ അതേസമയം സുന്ദർ പിച്ചെ ഗൂഗിൾ എന്ന് പറയുന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് പൈസ അവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. നോ, അവിടെ നിന്ന് പൈസ കിട്ടുന്നു, അവിടെ വെച്ച് തന്നെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എന്ത് ചെയ്യേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. അവിടെ നിന്ന് പൈസ റൈസ് ചെയ്തു, പക്ഷേ പൈസ റിസീവ് ചെയ്ത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് റിസീവ് ചെയ്യുന്നതെങ്കിൽ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. പക്ഷേ പൈസ റിസീവ് ചെയ്ത് അവിടെ വെച്ചിട്ടാണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ. നോൺ റെസിഡൻറ്റും ഇപ്പോൾ നമ്മുടെ സുനിൽ ഛേത്രിയും വിദേശത്ത് കളിക്കുന്നുണ്ട്, ക്ലബ്ബുകളിലൊക്കെ കളിക്കുന്നുണ്ട്. സോ അദ്ദേഹം എന്ത് ചെയ്യേണ്ട, അവിടെ നിന്ന് കിട്ടുന്ന ഇൻകത്തിന് മേലെ ടാക്സ് അടയ്ക്കേണ്ട. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരുപാട് പ്രവാസികൾ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് മേലെ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണോ, വേണ്ട, അവർ നോൺ റെസിഡൻ്റ് ആണ്, ടാക്സ് അടയ്ക്കേണ്ട. ദെൻ ലാസ്റ്റ് വൺ, ഇൻകം വിച്ച് അക്രൂ ഓർ റൈസസ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ ഇയേഴ്സ് പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയേഴ്സ് ആൻഡ് റെമിറ്റഡ് ടു ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയർ ഏതാണ്, 2023-24 ആണ്. അപ്പോൾ 2023-24 മുമ്പുള്ള ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ 2020-21 പ്രീവിയസ് ഇയറിലെ വരുമാനം കിട്ടി. അതായത് നമ്മുടെ രാഹുലിന് 2020-21 പ്രീവിയസ് ഇയറിൽ എന്ത് ചെയ്തു, ഒരു വരുമാനം കിട്ടി. ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം രൂപ കിട്ടി. ആ 10 ലക്ഷം രൂപ എന്ത് ചെയ്തു, അദ്ദേഹം 2023-24 പ്രീവിയസ് ഇയറിലാണ് എന്ത് ചെയ്യണത്, ആ 10 ലക്ഷം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണോ, വേണ്ട. സുന്ദർ പിച്ചെ ടാക്സ് അടയ്ക്കണോ, വേണ്ട. സുനിൽ ഛേത്രി അടയ്ക്കണോ, വേണ്ട. അതായത് ഓർഡിനറി റെസിഡൻറ്റും അടയ്ക്കേണ്ട, നോട്ട് ഓർഡിനറി റെസിഡൻറ്റും അടയ്ക്കേണ്ട, നോൺ റെസിഡൻറ്റും അടയ്ക്കേണ്ട. അതെന്തുകൊണ്ടാണ് അടയ്ക്കേണ്ടാത്തത്? വിദേശത്ത് നിന്ന് കിട്ടുന്ന പൈസ 2020-21 കിട്ടിയതാണ്. 2023-24 ഇന്ത്യയിലേക്ക് റെമിറ്റ് ചെയ്തത് കൊണ്ടുവന്നത്. ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണോ, വേണ്ട. യഥാർത്ഥത്തിൽ രാഹുൽ ടാക്സ് അടയ്ക്കേണ്ടതല്ലേ, അടയ്ക്കേണ്ടതാണ്. കാരണം എന്തുകൊണ്ടാണ്,
അദ്ദേഹം ഓർഡിനറി റെസിഡൻ്റ് ആണ്. വിദേശത്ത് നിന്ന് കിട്ടിയാലും എവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും രാഹുൽ ടാക്സ് അടയ്ക്കേണ്ട. പക്ഷേ രാഹുൽ ഇവിടെ ടാക്സ് അടയ്ക്കേണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? 2020-21 പ്രീവിയസ് ഇയറിൽ കിട്ടിയ ഇൻകത്തിന്മേൽ രാഹുൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? 21-22 അസസ്മെന്റ് ഇയറിൽ ആ 10 ലക്ഷത്തിന് മേൽ ടാക്സ് അടച്ചിട്ടുണ്ടാവും. ഉറപ്പായിട്ട് അദ്ദേഹം 2021-22 അടച്ചേ പറ്റുള്ളൂ. അങ്ങനെ അടച്ച അദ്ദേഹം ആ പൈസ 2023-24 ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ടാക്സ് അടയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻകം വിച്ച് അക്രൂ ഓർ റൈസ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ ഡ്യൂറിങ് ദി ഇയേഴ്സ് പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ മുമ്പുള്ള ഏതോ ഒരു വർഷത്തിൽ വിദേശ രാജ്യത്ത് വെച്ച് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലേക്ക് പ്രീവിയസ് ഇയറിലാണ് റെമിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ട. കാരണം എന്തുകൊണ്ടാണ്? 2020-21 ആ പൈസ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2021-22 അദ്ദേഹം ടാക്സ് അടച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു തവണ അടച്ച ടാക്സ് പിന്നെ അടയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ക്ലിയർ. സോ ഇതാണ് നമ്മളുടെ ഇൻസിഡൻസ് ഓഫ് ടാക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. സോ ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇനി അടുത്ത് നമുക്ക് അതിൻ്റെ MCQ ഡിസ്കഷനിലേക്ക് പോകാം. സോ ഫസ്റ്റ് MCQ, വൈ ഈസ് ഡിറ്റർമിനിങ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇമ്പോർട്ടൻറ്റ് ഇൻ ടാക്സേഷൻ? എന്തുകൊണ്ടാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ടു എസ്റ്റാബ്ലിഷ് സിറ്റിസൺഷിപ്പ്, ടു ഡിറ്റർമിൻ ഇൻകം സോഴ്സ്, ടു കാൽക്കുലേറ്റ് ടാക്സ് ലയബിലിറ്റി, ടു ഐഡൻറ്റിഫൈ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്. സിറ്റിസൺഷിപ്പ് അറിയാൻ വേണ്ടിയിട്ടാണോ? അല്ല. ടു ഡിറ്റർമിൻ ഇൻകം സോഴ്സ് അറിയാൻ വേണ്ടിയിട്ടാണ്. ടു കാൽക്കുലേറ്റ് ടാക്സ് ലയബിലിറ്റി, ടു ഐഡൻറ്റിഫൈ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്. ഏതാണ്? ടു കാൽക്കുലേറ്റ് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ദ ടാക്സ് ലയബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, നോട്ട് സിറ്റിസൺഷിപ്പ്. സിറ്റിസൺഷിപ്പിന് വേണ്ടിയിട്ടല്ല റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അണ്ടർ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ബേസിക് കണ്ടീഷനാണ്, ഓർത്തിരിക്കുക. ഹൗ മെനി ബേസിക് കണ്ടീഷൻ മസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ ഫുൾഫിൽ ടു ക്ലാസിഫൈഡ് ആസ് റെസിഡൻറ്റ്? അതായത് ഒരാൾ റെസിഡൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ എത്ര ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? അറ്റ്ലീസ്റ്റ് 1 കണ്ടീഷൻ, അറ്റ്ലീസ്റ്റ് 2 കണ്ടീഷൻ, ഓൾ കണ്ടീഷൻ, നൺ ഓഫ് ദ കണ്ടീഷൻ. ഏതാണ് റൈറ്റ് ആൻസർ? അറ്റ്ലീസ്റ്റ് 1 കണ്ടീഷൻ. ബേസിക് കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം മാത്രം എന്ത് ചെയ്താൽ മതി? സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അദ്ദേഹം ആരായിട്ട് മാറും? റെസിഡൻ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ റൈറ്റ് ആൻസർ അറ്റ്ലീസ്റ്റ് 1 കണ്ടീഷൻ. ആൻഡ് ഇൻഡിവിജ്വൽ മസ്റ്റ് ഫുൾഫിൽ അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദ സ്പെസിഫൈഡ് കണ്ടീഷൻ. സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫോർ ആൻ ഇൻഡിവിജ്വൽ ഏർണിംഗ് ഓവർ 15 lakh in India, what is the reduced period of stay to be classified as resident? അതായത് ഒരു ഇൻഡിവിജ്വൽ 15 ലക്ഷത്തിന് മുകളിൽ ഇന്ത്യയിൽ നിന്ന് മാത്രം വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ റെഡ്യൂസ്ഡ് പീരീഡ് ഓഫ് സ്റ്റേ ടു ബി ക്ലാസിഫൈഡ് ആസ് റെസിഡൻറ്റ്? അദ്ദേഹം റെസിഡൻ്റ് ആവണമെങ്കിൽ എത്ര ഡേയ്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്തത്? നോർമലി 182 ഡേയ്സ് ആണ്. 15 ലക്ഷത്തിന് മുകളിൽ വരുമാനം ഇന്ത്യയിൽ നിന്ന് മാത്രം കിട്ടുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് 182 ഡേയ്സ് വേണമെന്നില്ല. എത്രയായി? 120 ഡേയ്സ് ആയിട്ട് ചുരുക്കിയിട്ടുണ്ട് 2020-21 മുതൽക്ക്. അപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഈസ് 120 ഡേയ്സ്. ദ പീരീഡ് ഓഫ് സ്റ്റേസ് ഈസ് റെഡ്യൂസ്ഡ് ടു 120 ഡേയ്സ് ഫോർ സച്ച് ഇൻഡിവിജ്വൽസ് സ്റ്റാർട്ടിങ് 2020-21. ഓക്കെ, എങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം മാത്രം, ഫോറിൻ ഇൻകം അല്ലാതെ ഇന്ത്യയിൽ നിന്നുള്ള വരുമാനം മാത്രം 15 ലക്ഷത്തിന് മുകളിലുണ്ടെങ്കിൽ, പ്രീവിയസ് ഇയറിൽ 120 ഡേയ്സിന് മുകളിൽ അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹം എന്താണ്? റെസിഡൻ്റ് ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഈസ് ആൻ HUF ക്ലാസിഫൈഡ് ആസ് നോൺ റെസിഡൻറ്റ്? ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി നോൺ റെസിഡൻ്റ് ആവുന്നപ്പോഴാണ്. ഇഫ് ഇറ്റ് ഏൺസ് നോ ഇൻകം ഇൻ ഇന്ത്യ, ആണോ? അല്ല. ഇഫ് ഇറ്റ്സ് മാനേജ്മെൻറ്റ് ഈസ് വോളി ഔട്ട്സൈഡ് ഇന്ത്യ, ഇഫ് കർത്ത റിസൈഡ് അബ്രോഡ്, ഇഫ് ഇറ്റ് പേസ് നോ ടാക്സസ്. കർത്ത വിദേശത്താണ് താമസിക്കുന്നതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. കർത്തയുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഇന്ത്യയിൽ കുറച്ചെങ്കിലും ദിവസമൊക്കെ ഇന്ത്യയിൽ ഉണ്ടായാൽ മതി. ഏതാണ് റൈറ്റ് ആൻസർ? കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വോളി ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ അവരാരായിട്ട് മാറി? നോൺ റെസിഡൻറ്റ്. ദാറ്റ് ഈസ് ബേസിക് കണ്ടീഷൻ. അതായത് HUFൻ്റെ ബേസിക് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒറ്റ കണ്ടീഷനുള്ള എന്താണ്? കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വോളി ഓർ പാർട്ട്ലി ഇന്ത്യയിലാണെങ്കിൽ റെസിഡൻറ്റ്, വോളി ഓർ പാർട്ട്ലി ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ നോൺ റെസിഡൻറ്റ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ക്ലിയർ. സോ ഇറ്റ്സ് മാനേജ്മെൻറ്റ് ഈസ് വോളി ഔട്ട്സൈഡ് ഇന്ത്യ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ദ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് മസ്റ്റ് ബി വോളി ഔട്ട്സൈഡ് ഇന്ത്യ, നോൺ റെസിഡൻറ്റ് ആവണമെന്നുണ്ടെങ്കിൽ. ഹൗ ഈസ് കമ്പനി ക്ലാസിഫൈഡ് ആസ് നോൺ റെസിഡൻറ്റ് ഇൻ ഇന്ത്യ? ഒരു കമ്പനി നോൺ റെസിഡൻറ്റ് ആവുന്ന എപ്പോഴാണ്? ബൈ ബീങ് ഫോറിൻ കമ്പനി ആകുമ്പോഴാണോ? അല്ല. ഇഫ് ഇറ്റ്സ് മാനേജ്മെൻറ്റ് ഈസ് പാർട്ട്ലി ഔട്ട്സൈഡ് ഇന്ത്യ, ഇഫ് ഇറ്റ്സ് മാനേജ്മെൻറ്റ് ഈസ് വോളി ഔട്ട്സൈഡ് ഇന്ത്യ, ഇഫ് ഇറ്റ്സ് ഇൻകം ഈസ് ലെസ് ദാൻ 50 lakh, അങ്ങനെ 50 lakh എന്നുള്ള സംഭവമൊന്നുമില്ല. ഏതാണ്? ഇഫ് ഇറ്റ്സ് മാനേജ്മെൻറ്റ് ഈസ് വോളി ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ കമ്പനി ആരായിട്ട് മാറും? നോൺ റെസിഡൻ്റ് ആയിട്ട് മാറും. സോ സി ആണ്, ഇറ്റ്സ് മാനേജ്മെൻറ്റ് ഈസ് വോളി ഔട്ട്സൈഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഡിറ്റർമൈൻസ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എ ഫേം ഓർ ആൻ AOP? ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൻ്റെ അല്ലെങ്കിൽ ഫേമിനെ സംബന്ധിച്ചുള്ള റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ദ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് നോക്കിയിട്ടാണോ? അല്ല. ലൊക്കേഷൻ ഓഫ് ദ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്, സിറ്റിസൺഷിപ്പ് ഓഫ് മെമ്പേഴ്സ്, ബിസിനസ് ആക്ടിവിറ്റീസ്. എന്ത് നോക്കണം? ലൊക്കേഷൻ ഓഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്. കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഇന്ത്യയിലാണെങ്കിൽ, പാർട്ട്ലി എങ്കിലും ഇന്ത്യയിലാണെങ്കിൽ റെസിഡൻ്റ് ആണ്, ഫുള്ളി ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്.
Okay. So location of the control and management. Residential status depends on the control and management location. Then അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഫെയിലിംഗ് കണ്ടീഷൻസ് അണ്ടർ സെക്ഷൻ 6 സബ്സെക്ഷൻ 6 ഈസ് ക്ലാസിഫൈഡ് ആസ്, അതായത് അഡീഷണൽ കണ്ടീഷനാണ് കേട്ടോ പറയുന്നത്. എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഫെയിലിംഗ് കണ്ടീഷൻ അണ്ടർ സെക്ഷൻ 6 സബ്സെക്ഷൻ 6 അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്തില്ല എങ്കിൽ അദ്ദേഹം ആരാണ്? ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്, അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ ആരാണ്? റെസിഡൻറ്റ് നോൺ റെസിഡൻ്റ് ഉണ്ട്, റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ഉണ്ട്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡർ റെസിഡൻ്റ് ഉണ്ട്, നോൺ ടാക്സബിൾ റെസിഡൻ്റ് ഉണ്ട്. ഏതാണ് റൈറ്റ് ആൻസർ? റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡർ റെസിഡൻ്റ് ആണ്, നോൺ റെസിഡൻ്റ് അല്ല. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത റെസിഡൻ്റ് ആണ്. ഓക്കെ, ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത റെസിഡൻ്റ് ആണ്. അഡീഷണൽ കണ്ടീഷൻസ് കൂടി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റെസിഡൻ്റ് ആൻഡ് ഓർഡിനറി റെസിഡൻ്റ് ആയിട്ട് മാറും. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുകയാണെങ്കിൽ ആരായിട്ട് മാറും? എ റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ഫെയിലിംഗ് കണ്ടീഷൻ അണ്ടർ സെക്ഷൻ 6 സബ്സെക്ഷൻ 6 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം റെസിഡൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. റെസിഡൻ്റ് ആയിരിക്കെ അഡീഷണൽ കണ്ടീഷൻ ആയിട്ടുള്ള സെക്ഷൻ 6 സബ്സെക്ഷൻ 6 എന്ത് ചെയ്തില്ല? സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അദ്ദേഹം ആരാണ്? റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് NOR ആയിട്ടാണ് മാറുക. സോ ദ റൈറ്റ് ആൻസർ ഈസ് സി ആണ്. ഓക്കെ, സോ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഫെയിൽ ഇൻ സെക്ഷൻ 6 സബ്സെക്ഷൻ 6 കണ്ടീഷൻ ലീഡ്സ് ടു ദിസ് ക്ലാസിഫിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ബേസിക് കണ്ടീഷൻസ് അണ്ടർ സെക്ഷൻ 6 സബ്സെക്ഷൻ 1 ഫോർ ദ ഇൻഡിവിജ്വൽ റെസിഡൻറ്റ്? ബേസിക് കണ്ടീഷൻ ഏതാണെന്നുള്ളതാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. സിറ്റിസൺഷിപ്പ് ആൻഡ് സ്റ്റേ ഇൻ ഇന്ത്യ ആണോ അല്ല, ഇൻകം സോഴ്സ് ആൻഡ് ടാക്സ് പേയ്മെൻ്റ് ആണോ അല്ല, പീരീഡ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ, എംപ്ലോയ്മെൻറ്റ് ആൻഡ് കൺട്രോൾ. നമ്മൾ എന്താ നോക്കുന്നത്? ബേസിക് കണ്ടീഷനിൽ നോക്കുന്നത് പീരീഡ് ഓഫ് സ്റ്റേ ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിൽ എത്ര ദിവസം താമസിച്ചു എന്നുള്ളതാണ് നോക്കുന്നത്. പീരീഡ് ഓഫ് സ്റ്റേ ആണ് നോക്കുന്നത്, സിറ്റിസൺഷിപ്പ് അല്ല അവിടെ നമ്മൾ നോക്കുന്നത്. ദ പീരീഡ് ഓഫ് സ്റ്റേ ഡിറ്റർമിൻസ് റെസിഡൻസി. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് അഡീഷണൽ കണ്ടീഷൻ മസ്റ്റ് ബി ഫുൾഫിൽഡ് ടു ബി എ റെസിഡൻറ്റ് ആൻഡ് ഓർഡർ റെസിഡൻറ്റ്? അതായത് വാട്ട് അഡീഷണൽ കണ്ടീഷൻ മസ്റ്റ് ബി ഫുൾഫിൽ ടു ബി റെസിഡൻറ്റ് ആൻഡ് ഓർഡർ റെസിഡൻറ്റ്? അതായത് റെസിഡൻറ്റ് അല്ലെങ്കിൽ ഓർഡിനറി റെസിഡൻറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം, അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അറ്റ്ലീസ്റ്റ് 1 കണ്ടീഷൻ ഫ്രം സെക്ഷൻ 6 സബ്സെക്ഷൻ 6. അതായത് അഡീഷണൽ കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, ബോത്ത് കണ്ടീഷൻ അണ്ടർ സെക്ഷൻ 6 സബ്സെക്ഷൻ 6 അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറയുന്നു. നോ അഡീഷണൽ കണ്ടീഷൻസ്, ഓൺലി 1 ബേസിക് കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി എന്ന് പറയുന്നു. സോ ചോദ്യം ഇതാണ്, റെസിഡൻറ്റ് ആൻഡ് ഓർഡർ റെസിഡൻറ്റ്, അതായത് സിമ്പിളായിട്ട് ഓർഡിനറി റെസിഡൻറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അഡീഷണൽ കണ്ടീഷൻസ് രണ്ടും എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. സോ അതേതാണ്? ബോത്ത് കണ്ടീഷൻ അണ്ടർ സെക്ഷൻ 6 സബ്സെക്ഷൻ 6 ആണ് അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. സോ അതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ, ബേസിക് കണ്ടീഷൻ എന്ത് ചെയ്യണം? രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വെൻ ഈസ് എ ഫോറിൻ കമ്പനി ട്രീറ്റഡ് ആസ് റെസിഡൻറ്റ് ഇൻ ഇന്ത്യ? ഒരു ഫോറിൻ കമ്പനീനെ റെസിഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഇഫ് ഇറ്റ് ഏൺസ് ഇൻകം ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഏൺ ചെയ്യുമ്പോഴാണോ? ഇഫ് ഇറ്റ്സ് മാനേജ്മെൻറ്റ് ഈസ് വോളി ഇൻ ഇന്ത്യ, ഇഫ് ഇറ്റ് എംപ്ലോയ്സ് ഇന്ത്യൻ സിറ്റിസൺസ്, ഇഫ് ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ ഇന്ത്യ ഫോർ 182 days. ഒരു ഫോറിൻ കമ്പനീനെ റെസിഡൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നപ്പോഴാണ്? ഇഫ് ഇറ്റ് ഏൺസ് ഇൻകം ഇൻ ഇന്ത്യ ആണോ? അല്ല. ഇഫ് ഇറ്റ്സ് മാനേജ്മെൻറ്റ് ഈസ് വോളി ഇൻ ഇന്ത്യ, ആ ഫോറിൻ കമ്പനിയുടെ മാനേജ്മെൻറ്റ് വോളി ഇന്ത്യയിലാണെങ്കിൽ അവരാരാണ്? റെസിഡൻ്റ് ആണ്. പാർട്ട്ലി എങ്കിലും ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ അവരെന്താണ്? നോൺ റെസിഡൻ്റ് ആണ്. സോ ദ ആൻസർ വിൽ ബി ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇഫ് ഇറ്റ്സ് മാനേജ്മെൻറ്റ് ഈസ് വോളി ഇൻ ഇന്ത്യ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഫോറിൻ കമ്പനി ഈസ് റെസിഡൻറ്റ് ഇഫ് മാനേജർ വോളി ഇൻ ഇന്ത്യ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ക്ലാസിഫൈഡ് ആസ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡർ റെസിഡൻറ്റ്? ആരാണ് റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡർ റെസിഡൻറ്റ്? ദാറ്റ് ഈസ് NOR ആരാണെന്നുള്ളതാണ് ചോദ്യം. NOR. ഓക്കെ, എനിവൺ സ്റ്റേയിങ് ലെസ് ദാൻ 120 days ആണോ? അല്ല. സിറ്റിസൺ മീറ്റിംഗ് ബേസിക് കണ്ടീഷൻ ബട്ട് ഫെയിലിംഗ് അഡീഷണൽ വൺസ്? ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് വിളിക്കുന്നത് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് വിളിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഏതാണ്? ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സിറ്റിസൺ മീറ്റിംഗ് ബേസിക് കണ്ടീഷൻ ബട്ട് ഫെയിലിംഗ് അഡീഷണൽ വൺസ്, അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാത്ത വ്യക്തിയാണ് എന്ന് വിളിക്കുന്നത് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് എന്ന് വിളിക്കുന്നത്. ദീസ് ഇൻഡിവിജ്വൽസ് മീറ്റ് ബേസിക് കണ്ടീഷൻ ബട്ട് നോട്ട് അഡീഷണൽ കണ്ടീഷൻസ്. സോ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഹാപ്പൻസ് ഇഫ് നോ ബേസിക് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് അണ്ടർ സെക്ഷൻ 6 സബ്സെക്ഷൻ 1? അതായത് വാട്ട് ഹാപ്പൻസ് ഇഫ് നോ ബേസിക് കണ്ടീഷൻ ആർ സാറ്റിസ്ഫൈഡ് അണ്ടർ സെക്ഷൻ 6(1). ബേസിക് കണ്ടീഷനാണ് സെക്ഷൻ 6 സബ്സെക്ഷൻ 1. സോ അത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എന്താവുക? ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എന്താവുക? റെസിഡൻറ്റ് ആൻഡ് ഓർഡർ റെസിഡൻറ്റ്, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡർ റെസിഡൻറ്റ്, നോൺ റെസിഡൻറ്റ്, ടാക്സ് എക്സെപ്റ്റ്.
ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നോൺ റെസിഡൻ്റ് ആണ്. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നോൺ റെസിഡൻ്റ് ആണ്. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, എന്ത്, അദ്ദേഹം റെസിഡൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് അഫക്ട്സ് ടാക്സേഷൻ ഓൺ ഇൻകം, ട്രൂ ഓർ ഫോൾസ്? റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മുടെ ടാക്സേഷൻ അഫക്റ്റ് ചെയ്യുമോ ഇല്ലയോ? ട്രൂ ഓർ ഫോൾസ്? ട്രൂ, ഫോൾസ്, പാർഷ്യലി ട്രൂ, ഇറലവൻറ്റ്. റൈറ്റ് ആൻസർ അതാണ്, ട്രൂ ആണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ടാക്സ് ഇൻസിഡൻസിന് എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. സോ ട്രൂ ആണ്. ടാക്സേഷൻ ഡിപ്പെൻഡ്സ് ഓൺ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. അതായത് നമ്മുടെ വരുമാനത്തിന്മേൽ, നമ്മുടെ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ വരുമാനത്തിന്മേൽ ടാക്സ് അടയ്ക്കണം വേണ്ടെന്ന് നോക്കുന്നത് എന്ത് നോക്കിയിട്ടാണ്? ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1, ആൻ ഇൻഡിവിജ്വൽ ഹൂ സാറ്റിസ്ഫൈസ് അറ്റ്ലീസ്റ്റ് 1 ബേസിക് കണ്ടീഷൻ അണ്ടർ സെക്ഷൻ 6 സബ്സെക്ഷൻ 1. അതായത് ഒരാൾ ബേസിക് കണ്ടീഷൻ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു. ആൻ ഇൻഡിവിജ്വൽ ഹൂ സാറ്റിസ്ഫൈസ് അറ്റ്ലീസ്റ്റ് 1 ബേസിക് കണ്ടീഷൻ അണ്ടർ സെക്ഷൻ 6(1), ദാറ്റ് ബേസിക് കണ്ടീഷൻ ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തു, ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് റെസിഡന്റ് ഇൻ ഇന്ത്യ. അദ്ദേഹം ആരാണ്? റെസിഡന്റ് ആണ്, ഉറപ്പാണ്. ബേസിക് കണ്ടീഷൻ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ എന്താണ്? റെസിഡന്റ് ആണ്. അവിടെ ഓർഡിനറി റെസിഡന്റ് ആണോ നോട്ട് ഓർഡിനറി ആണോ എന്ന് നിർണ്ണയിക്കാൻ പറ്റില്ല, പക്ഷേ എന്താണ്? റെസിഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. എ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഈസ് ഓൾവേസ് ക്ലാസിഫൈസ് ആസ് റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. അതായത് എല്ലാ റെസിഡന്റും എന്താണ്? റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്. അതായത് എല്ലാ റെസിഡന്റും ഓർഡിനറി റെസിഡന്റ് ആവോ? ഇല്ല. റെസിഡന്റ് ആരൊക്കെ ആവാം? ഓർഡിനറി ആവാം, അല്ലെങ്കിൽ നോട്ട് ഓർഡിനറി ആവാം. സോ അങ്ങനെ വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 2 എന്നാണ്, ഫോൾസ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് എന്തുള്ളൂ? ട്രൂ ആയിട്ടുള്ളൂ. സോ ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ് ആണ്. കറക്റ്റ് ആൻസർ എ ആണ്. ഓക്കെ, എ റെസിഡന്റ് ഇൻഡിവിജ്വൽ മേ ഓൾസോ ബി ക്ലാസിഫൈഡ് ആസ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡർ റെസിഡന്റ് ഇഫ് ദേ ഫെയിൽ മീറ്റ് അഡീഷണൽ കണ്ടീഷൻ അണ്ടർ സെക്ഷൻ 6 സബ്സെക്ഷൻ 6. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, the reduced period of 120 days applies to individual earning over 15 lakh in India. അതായത് ആ റെഡ്യൂസ്ഡ് പീരീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, ആ 120 ഡേയ്സ് ആക്കി ചുരുക്കിയത് ഇന്ത്യയിൽ നിന്ന് മാത്രം 15 ലക്ഷത്തിന് മുകളിൽ ഏണിംഗ് കിട്ടുന്നത്, ഓവർ 15 lakh. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2, ദ അമെൻമെന്റ് അപ്ലൈസ് ഫ്രം ദ ഫിനാൻഷ്യൽ ഇയർ 2019-20. 2019-2020 മുതലാണ് ഈ അമെൻമെന്റ് വന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. അത് 2020-2021 മുതലാണ് വന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് കറക്റ്റ് ഉള്ളൂ. ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. ഓക്കെ, കറക്റ്റ് ആണ്. ആൻസർ എ ആണ് കറക്റ്റ്. ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. ദ റെഡ്യൂസ്ഡ് പീരീഡ് അപ്ലൈസ് ഫ്രം ദ ഫിനാൻഷ്യൽ ഇയർ 2020-21. 2020-21 മുതലാണ് വന്നത്, നോട്ട് ഫ്രം 2019-20. 2019-20 മുതലല്ല വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഈസ് ക്ലാസിഫൈഡ് ആസ് നോൺ റെസിഡന്റ് ഇഫ് ഇറ്റ്സ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഈസ് എൻറ്റയർലി ഔട്ട്സൈഡ് ഇന്ത്യ. എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഈസ് ക്ലാസിഫൈഡ് ആസ് നോൺ റെസിഡന്റ്. ഒരു HUF നോൺ റെസിഡന്റ് ആവും എപ്പോഴാണ്? ഇഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഈസ് എൻറ്റയർലി ഔട്ട്സൈഡ്. കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എൻറ്റയർലി ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ അവരെന്തായിട്ട് മാറും? നോൺ റെസിഡന്റ് ആയിട്ട് മാറും. അത് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ. സ്റ്റേറ്റ്മെന്റ് 2 നമുക്ക് നോക്കാം. എ റെസിഡന്റ് HUF ക്യാൻ നെവർ ബി ക്ലാസിഫൈഡ് ആസ് റെസിഡന്റ് ബട്ട് നോട്ട് റെസിഡന്റ്. ഒരു HUFനെ, ഒരു റെസിഡന്റ് HUFനെ ഒരിക്കലും NOR എന്ന് വിളിക്കില്ല എന്ന്. അങ്ങനെ വിളിക്കും. ഒരു റെസിഡന്റ് HUF ആണെങ്കിൽ റെസിഡന്റ് NOR ആവാം, റെസിഡന്റും ആവാം. സോ ആ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒരു HUF ചിലപ്പോൾ ഓർഡിനറി റെസിഡന്റ് ആവാം, ചിലപ്പോൾ നോട്ട് ഓർഡർ റെസിഡന്റ് ആവാം. അപ്പോൾ നെവർ ബി ക്ലാസിഫൈഡ് ആസ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡർ റെസിഡന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 മാത്രമാണ് ട്രൂ ഉള്ളൂ. ആൻസർ എ ആണ്. സോ എ റെസിഡന്റ് HUF ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡർ റെസിഡന്റ് ഇഫ് ഇറ്റ്സ് കർത്ത ഫെയിൽസ് ദ അഡീഷണൽ കണ്ടീഷൻ. കർത്ത അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അവരെന്തായിട്ട് മാറും? നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് മാറും. ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക, അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. കർത്ത സാറ്റിസ്ഫൈ ചെയ്തിരുന്നാൽ അവരാരായിട്ട് മാറും? നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് മാറും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1, എ ഫോറിൻ കമ്പനി ഈസ് ഓൾവേസ് ക്ലാസിഫൈഡ് ആസ് നോൺ റെസിഡന്റ് ഇൻ ഇന്ത്യ. ഫോറിൻ കമ്പനി എപ്പോഴും നോൺ റെസിഡന്റ് ആണെന്നാണ് പറയുന്നത്. ഈ അല്ല, ഫോറിൻ കമ്പനി റെസിഡന്റ് ആവും. അവരുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് വോളി ഇന്ത്യയിലാണെങ്കിൽ റെസിഡന്റ് ആവും. സോ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എ ഫോറിൻ കമ്പനി ഈസ് ക്ലാസിഫൈഡ് ആസ് റെസിഡന്റ് ഇഫ് ഇറ്റ്സ് മാനേജ്മെന്റ് ഈസ് വോളി ഇൻ ഇന്ത്യ. ഫോറിൻ കമ്പനി ഇന്ത്യയിലാണ് മാനേജ്മെന്റ് എങ്കിൽ, വോളി ഇന്ത്യയിലാണെങ്കിൽ അവർ റെസിഡന്റ് ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഫോൾസ് ആണ്. സോ ആൻസർ ബി ആണ്. ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് ആണ്. സോ എ ഫോറിൻ കമ്പനി ഈസ് ക്ലാസിഫൈഡ് ആസ് റെസിഡന്റ് ഇഫ് ഇറ്റ്സ് മാനേജ്മെന്റ് ആൻഡ് കൺട്രോൾ ആർ എൻറ്റയർലി ഇൻ ഇന്ത്യ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 നമുക്ക് നോക്കാം. The residency status of a firm depends on its income source in India. Residency status of a firm depends on its income source in India. Residency status നോക്കുന്നത് ആ ഫേമിന് ഇന്ത്യയിൽ ഇൻകം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണെന്നുള്ളതാണ്. ഓക്കെ, തെറ്റാണത്. The control and management location determines the residency status of firm. ഒരു ഫേമിൻ്റെ റെസിഡൻസ് സ്റ്റാറ്റസ് നോക്കുന്നത് എന്ത് നോക്കിയിട്ടാണ്?
അവരുടെ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് നോക്കിയിട്ടാണ്. അത് വോളി അല്ലെങ്കിൽ പാർട്ട്ലി ഇന്ത്യയിലാണെങ്കിൽ അവർ റെസിഡൻ്റ് ആണ്, വോളി ഔട്ട്സൈഡ് ഇന്ത്യയിലാണെങ്കിൽ അവർ നോൺ റെസിഡൻ്റ് ആണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഫോൾസ് ആണ്. സോ ആൻസർ ബി ആണ്, ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് ആണ്. സോ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ലൊക്കേഷൻ ഓഫ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ്, നോട്ട് ഇൻകം സോഴ്സ്. ഇൻകം സോഴ്സ് നോക്കിയിട്ടല്ല ഫേമിൻ്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ എനിവേ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇന്ന് ഡിസ്കസ് ചെയ്തു. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു.